പ്രിയപ്പെട്ട ദൈവദാസന്മാർ, സഭാജനങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള അഭിവാദ്യങ്ങളെ ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. എൻ്റെ പേര് ബിജു കൃഷ്ണൻ. ഞാൻ കൊല്ലം ശൂരനാട്, വിപ്ലവങ്ങളുടെ നാടായ ശൂരനാട്ട് വിപ്ലവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്ന് ഏറ്റവും വലിയ ലോകത്തിലെ വിപ്ലവകാരിയായിരുന്ന ലോകജനതയുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി കാൽവരിയിൽ മരിച്ച യേശുവിനെ ഇന്ന് പകൽക്കാലവും ഇന്ന് രാത്രിയിലും ഉയർത്തുവാൻ എനിക്ക് കൃപ നൽകുന്ന ദൈവത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ആളുകൾക്കൊരു സംശയമുണ്ടാകാം, ഒരു ഹിന്ദു NSS നായർ കുടുംബത്തിൽ, കുറുപ്പ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ബിജു കൃഷ്ണൻ എന്തുകൊണ്ടാണ് യേശുവിനെ ആരാധിക്കുന്നത്, പ്രസംഗിക്കുന്നത് എന്നുള്ളത്. ആമേൻ, സ്തോത്രം. ഒന്ന്, എനിക്കെൻ്റെ യേശുവിനെ വളരെ ഇഷ്ടമാണ്. നിങ്ങൾ യേശുവിനെ ഇഷ്ടപ്പെടുന്നത് പോണക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും യേശുവിനെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് യേശുവിനെ ആരാധിപ്പാനും യേശുവിനെ പ്രസംഗിപ്പാനും ഇടയാകുന്നത്. രണ്ട്, ഞാൻ ഇന്ത്യൻ പൗരനാണ്. ഇന്ത്യയുടെ ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലിക അവകാശമാണ്. എന്തിലും വിശ്വസിപ്പാനും അത് പ്രചരിപ്പാനുമുള്ള കടമയെന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗരന് നൽകുന്ന മൗലിക അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടും ഒരു ഇന്ത്യൻ പൗരനാണെന്ന് അഭിമാനിക്കുന്നത് കൊണ്ടും ഞാൻ അറിഞ്ഞ സത്യത്തെ ഉയർത്തുവാൻ കർത്താവ് എനിക്ക് തരുന്ന അവസരത്തിനായി ഞാൻ കർത്താവിന് മഹത്വവും സ്തുതിയും കരയറ്റുകയാണ്. കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം പറഞ്ഞാട്ടെ. അനുഗ്രഹീത കൊയറിനായി, അനുഗ്രഹീത മൈക്ക് സിസ്റ്റങ്ങസിനായി ഒക്കെ ഇത് വിഷ്വൽ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായൊക്കെ ദൈവത്തിന് നന്ദിയും സ്തുതിയും കരയറ്റുന്നു. മറ്റു മുഖവരകൾ കൂടാതെ ഒരു വാക്യത്തിലേക്ക് കടന്നു പോകുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ 4 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരാൾ ശബ്ദമുയർത്തി മൈക്കിലൂടെ വായിക്കുന്നത് ശ്രദ്ധിക്കുക. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വ്യർത്ഥമല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു എന്ന് നിങ്ങൾ ഓർപ്പിക്കുന്നു. താഴോട്ട്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തരുന്നു. അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ. 15 അധ്യായം 12 മുതൽ. ക്രിസ്തു മരിച്ചിട്ടുയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. 20 വാക്യം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടുന്നു. 40 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഇവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. അനുഗ്രഹീത ദൈവവചനത്തിനായി കരമുയർത്തി ഒരിക്കൽ കൂടെ മഹത്വം പറഞ്ഞ് ഉയർത്തപ്പെട്ട കരങ്ങൾ അടിച്ച് കർത്താവിന് ഇന്ന് രാത്രി ഒരു മഹത്വം കൊടുക്കുവാൻ കഴിവുള്ളവർ നാണക്കേടില്ലാതെ കാണുന്നവരെല്ലാം കണ്ടോട്ടെ. ഇത് നമ്മുടെ രീതിയാണ്. ബിബ്ലിക്കലായ വചനപടിസ്ഥാനത്തിലുള്ള നമ്മുടെ ആരാധന കാണേണ്ടവരെല്ലാം കണ്ടോണം. പരിഹസിക്കേണ്ടുന്നവർ കൊമേഡിയൻസ് ഒക്കെ ഞങ്ങളെ പരിഹസിച്ചോളുക. എന്നാലും ഞങ്ങളുടെ ആരാധ്യനായ ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിലും മഹത്വത്തിന് കൊടുക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയുണ്ട്. പോരാ, കരമടിച്ച് ശക്തിയോടെ ദൈവത്തിന് ഒരു മഹത്വം കൂടെ ശക്തിയോടെ. ഇന്ന് രാത്രി ഈ ദേശത്തോട് ഞങ്ങൾ പറയുന്നത് വ്യർത്ഥമായ കഥകളോ കെട്ടുകഥകളോ ഒന്നും തന്നെയല്ല.
തിരുവചനത്തിൽ നിന്നാണ് ഇന്ന് രാത്രി ആധികാരികമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 രാത്രിയിലും നിങ്ങൾ കേട്ടത് ഈ തിരുവചനത്തിൽ നിന്നാണ്. ആമേൻ. ദൈവവചനം അനുഗ്രഹമായി തീർന്നവർ കരമുയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനൊരു മഹത്വം പറഞ്ഞാട്ടെ. ആമേൻ. ദൈവവചനത്തിന്റെ 1-2 പ്രാധാന്യം ഞാൻ ആദ്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനം എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നത്? ആമേൻ. ഇന്ന് രാത്രി ദേശനിവാസികൾ ശ്രദ്ധിക്കുക. വിശുദ്ധ വേദപുസ്തകം, ദൈവവചനം, അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വചനമെന്ന് നിങ്ങൾ പറയുമ്പോൾ, അതിന് ഇംഗ്ലീഷിൽ വേർഡ് എന്ന് പറയുമ്പോൾ, ആമേൻ, നിങ്ങൾ ഗ്രീക്കിൽ അതിന് ഉപയോഗിക്കുന്നത് ലോഗോസ് എന്ന് പറയുന്നൊരു പദമാണ്. അതിന് എബ്രായ ഹീബ്രു പദത്തിൽ ഡാബാർ എന്ന് പറയുന്നൊരു പദമാണ്. 4 പദങ്ങൾ നമ്മൾ കേട്ടു. വചനം, വേർഡ്, ലോഗോസ്, ഡാബാർ എന്ന് പറയുന്ന പദം. നിങ്ങൾ ഈ ഡാബാർ എന്ന് പറയുന്ന പദം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഡാബാർ എന്ന് പറയുന്ന പദം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആമേൻ. അതൊന്ന് ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ദുലേഖ ഗോൾഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ധാത്രി ഹെയർ കെയർ ഓയിൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മാവേലിൽ എണ്ണയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ആമേൻ. മുടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ ഈ സാധനങ്ങളൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ മുടി തഴച്ചു വളരുമെന്നാണ് ഇത്തരം എണ്ണകൾ നമ്മളോട് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു ഓൾഡ് വേർഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ആമേൻ ഡാബർ ആംല കേശതൈലം എന്നാണ്. ആ ഡാബർ അല്ല ഞാൻ പറഞ്ഞ ഡാബാർ. ഇത് തിരുവചനം എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. എന്തായാലും അത് പറഞ്ഞതല്ലേ, അതുകൊണ്ട് അതുമായി ചേർത്ത് ഞാൻ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ ഡാബർ ആംല കേശതൈലവും ഇന്ദുലേഖ ഗോൾഡും ധാത്രി ഹെയർ കെയർ ഓയിലും മാവേലിൽ എണ്ണയും ഒക്കെ നമ്മളോട് പറയുന്നത്? മുടിയെല്ലാം തഴച്ചു വളരുമെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ ഇതൊക്കെ എന്നേ തഴച്ചു വളരേണ്ടുന്നതാണ്. വളർന്നില്ല. അപ്പോൾ ആരാണ് ഞാൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ആമേൻ. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ശ്രദ്ധിപ്പാനിടയായി. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഈ ഉണ്ടാകുമെന്ന് പറയുന്ന, മുടി ഉണ്ടാക്കുമെന്ന് പറയുന്ന എണ്ണയുടെ ആമേൻ ഒരു ഫോട്ടോ ഒരു വശത്ത് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഓണറിൻ്റെ ഫോട്ടോ മറുവശത്തും കൊടുത്തിരിക്കുകയാണ്. എന്നെ അതിശയിപ്പിച്ച ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, മുടി ഉണ്ടാകുമെന്ന് പറയുന്ന ഈ എണ്ണയുടെ ഓണറിൻ്റെ തലയിൽ ഒരൊറ്റ മുടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെത്ര ആമേൻ കള്ളത്തരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. അതല്ല നമ്മൾ പറയുന്ന ഡാബാർ എന്ന് പറയുന്ന തിരുവചനത്തിൻ്റെ പ്രത്യേകത. ഡാബാർ എന്ന് പറയുന്നത് തിരുവചനത്തിന് പഴയ നിയമത്തിൽ കൊടുത്ത പദമാണ്, എബ്രായ പദമാണ്. അതിൻ്റെ 1-ാമത്തെ പ്രത്യേകത, 1-ാമത്തെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ദൈവമുണ്ടാക്കിയ സുന്ദരമായ ഭൂമിയുടെ പ്രത്യേകത അവിടെ പറയുന്നുണ്ട്. ആഴത്തിന്മീതെയുള്ള ഇരുളിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഈ ഭൂമി 1 പാഴായിപ്പോയി, 2 ശൂന്യമായിപ്പോയി, 3 ഇരുളടഞ്ഞു പോയി. 3 പ്രത്യേകതകൾ. സുന്ദരമായി ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ ഇരുളിൻ്റെ ആഴത്തിൻ്റെ ആമൻ പ്രവർത്തന ഫലമായി, അന്ധകാര ശക്തിയുടെ പ്രവർത്തന ഫലമായിട്ട് അത് പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി, ഇരുളടഞ്ഞു പോയി. അങ്ങനെ പാഴായിപ്പോയ, ശൂന്യമായിപ്പോയ, ഇരുളടഞ്ഞു പോയ ഭൂമിയെ നോക്കി കർത്താവ് തൻ്റെ വചനം കൽപ്പിച്ചു, ലെറ്റ് ദേർ ബി ലൈറ്റ് എന്ന്. പിന്നീട് നമ്മൾ അവിടെ ഇരുള് കാണുന്നില്ല, പാഴ് കാണുന്നില്ല, ശൂന്യത കാണുന്നില്ല. പിന്നെ കർത്താവ് പറഞ്ഞത് അവൻ മനോഹരമെന്നാണ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ 1-ാമത്തെ പ്രത്യേകത, ദേശമേ നിങ്ങൾ കേൾക്കുക, ഈ വചനത്തിൻ്റെ 1-ാമത്തെ പ്രത്യേകത, ഇറ്റ് ഹാസ് ദ ക്രിയേറ്റീവ് പവർ എന്നുള്ളതാണ്. സൃഷ്ടിക്കുവാൻ കഴിവുള്ള തിരുവചനമാണെന്ന് രാത്രി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാഴ് മാറ്റുവാൻ, ശൂന്യത മാറ്റുവാൻ, ഇരുള് മാറ്റുവാൻ കഴിവുള്ള തിരുവചനത്തെയാണെന്ന് രാത്രി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കരമടിച്ച് ദൈവത്തിനൊരു ആരാധന കൊടുക്കാമോ? അവൻ പാഴായ ഒരു മണ്ഡലം, ശൂന്യമായ ഒരു മണ്ഡലം, ഇരുളടഞ്ഞു പോയ ഒരു മണ്ഡലം ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, സൃഷ്ടിക്കുവാൻ കഴിവുള്ള തിരുവചനം, കരമടിച്ച് ശക്തിയോടെ, കരമുള്ളവർ കരമടിച്ച് ശക്തിയോടെ ദൈവത്തിനൊരു ആരാധന. ആമേൻ. ഇറ്റ് ഹാസ് ദ ക്രിയേറ്റീവ് പവർ. സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒന്നാണ് ഇതെന്ന് പറയുന്നത്. 2 സങ്കീർത്തനം 107:20. ആമേൻ. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. തിരുവചനത്തിന്റെ 2-ാമത്തെ പ്രത്യേകത, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴിയിൽ നിന്ന് വിടുവിച്ചു എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കുക, ക്രിട്ടിസൈസ് ചെയ്യുന്നവർ ചെയ്തു കൊള്ളുക. എത്ര മാരകമാകുന്ന രോഗമാണെങ്കിലും, എത്ര വൈറസ് ബാധകളുള്ള രോഗമാണെങ്കിലും, ഇന്ന് രാത്രി തിരുവചനത്തിന്റെ സത്യതെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ഈ ദേശത്തോട് പറയാനുണ്ട്. എത്ര മാരകമായ രോഗമാണെങ്കിലും ആമേൻ, ഞങ്ങളിവിടെ വന്നതുകൊണ്ടല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന തിരുവചനത്തിന്റെ സത്യങ്ങൾ ആമേൻ അത് സൗഖ്യമാക്കുന്ന തിരുവചനമാണ്. അത് കുഴിയിൽ നിന്ന് വിടുവിക്കുന്ന തിരുവചനമാണ്. കരമടിച്ച്
ദൈവത്തിന് ഒരു ആരാധന കൊടുത്താട്ടെ. അവൻ ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിൽ വൈദ്യശാസ്ത്രം തള്ളിയൊരു രോഗിയുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൂർണ്ണമായും അഷ്വറൻസ് തരുവാൻ കഴിവുള്ള ഒന്നുണ്ട്, തിരുവചനം. അത് ശക്തിയോടെ വ്യാപരിച്ചാൽ നിങ്ങളുടെ ഭവനത്തിലെ രോഗികൾക്കും അത് സൗഖ്യമാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനൊരു മഹത്വം കൊടുത്താട്ടെ ശക്തിയോടെ. അതാണ് തിരുവചനത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത. ഒന്ന്, സൃഷ്ടിക്കുവാൻ കഴിവുള്ള തിരുവചനം. രണ്ട്, സൗഖ്യമാക്കുവാൻ കഴിവുള്ള തിരുവചനം. മൂന്ന്, ഇറ്റ് അക്കംപ്ലിഷ് ഗോഡ്സ് മിഷൻ ഇൻ അവർ ലൈഫ്. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്റെ വചനമാണ്, അതതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങത്തില്ലെന്ന് പറയുന്ന തിരുവചനം. ഏതുദ്ദേശത്തോടു കൂടെയാണോ ഈ ഗ്രാമത്തിലേക്ക് തിരുവചനം ദൈവമയക്കുന്നത്, അതതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങത്തില്ല. ഇന്ന് രാത്രി ഏതുദ്ദേശത്തോടാണോ തിരുവചനം നിന്റെ ജീവിതത്തിലേക്ക് ദൈവമയക്കുന്നത്, അതതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങത്തില്ല. ഇന്ന് രാത്രി ഏതുദ്ദേശത്തോടാണോ തിരുവചനം നിങ്ങളുടെ സഭയുടെ മേൽ അയക്കുന്നത്, അതതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങത്തില്ല. അത്ര ശക്തിയുള്ള ഒന്നാണ് തിരുവചനം എന്ന് പറയുന്നത്. ആദിയിൽ വചനം ജഡമായി തീർന്ന തിരുവചനം, ആദിയിൽ സർവത്തെയും സൃഷ്ടിച്ച തിരുവചനം, ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്ന തിരുവചനം, ആദിയിൽ അവൻ മുഖാന്തരം സകലതും ഉളവായ തിരുവചനം. ശക്തിയോടെ കരമടിച്ച് സൃഷ്ടിക്കുവാൻ കഴിവുള്ള, സൗഖ്യമാക്കുവാൻ കഴിവുള്ള, സൃഷ്ടിപ്പുകൾ നടത്തുവാൻ കഴിവുള്ള, സൗഖ്യങ്ങൾ നടത്തുവാൻ കഴിവുള്ള തിരുവചനത്തിന് ശക്തിയോടെ ഒരാരാധന കൊടുത്താട്ടെ. നാണക്കേടില്ലാതെ കരമടിച്ച് ശക്തിയോടെ. ഹല്ലേലൂയ. അതാണ് തിരുവചനത്തിന്റെ പ്രത്യേകത. ശൂരനാട്ട വിപ്ലവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് ദൈവങ്ങളിൽ നിന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് ഇന്ന് രാത്രി ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്തുവാൻ കഴിയുന്നത് ഈ തിരുവചനത്തിന്റെ സത്യവെളിച്ചത്തിന്റെ ശക്തി കൊണ്ടാണ്. NSSന്റെ സീനിയർ ലീഡർമാരിൽ ഒരാളായ എൻ്റെ പിതാവ് VS കൃഷ്ണപിള്ള എന്ന VSK പിള്ളൈ, ആർമിയുടെ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ, പണത്തിനും പ്രതാപത്തിനും കുറവില്ലാത്തൊരു കുടുംബം. എന്നാൽ എന്നെ ഏറെ സ്നേഹിച്ച, ഞാൻ ഏറെ സ്നേഹിച്ച എൻ്റെ പിതാവ് ഒരു രാത്രിയിൽ ഞാൻ കാണുന്നത് വെറുതെ ചിരിക്കുന്ന എൻ്റെ പിതാവായിട്ടാണ്, വെറുതെ കരയുന്ന എൻ്റെ പിതാവായിട്ടാണ്. മാനസിക രോഗമെന്നതിന് വൈദ്യശാസ്ത്രം പേരെഴുതി അനേക ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ കൊണ്ടുപോയി. റിലീജിയസ് ആയിരുന്ന എൻ്റെ കുടുംബം അനേക മതപരമായ കാര്യങ്ങൾ ചെയ്തു നോക്കി. എന്നാൽ 8 ടാബ്ലറ്റുകൾ വരെ കഴിച്ചൽപ്പം മാത്രം ഇറങ്ങി. വീണ്ടും എന്തിനോ വേണ്ടി കരയുന്ന, എന്തിനോ വേണ്ടി ചിരിക്കുന്ന എൻ്റെ പിതാവിനെ കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. എന്നാൽ ഒരു വൈദ്യശാസ്ത്രത്തിനും മാറ്റം തരുവാൻ കഴിവില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ, ഒരു മാർഗത്തിനും മാറ്റം തരുവാൻ കഴിവില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ 2000 ഈ പുസ്തകം ചുമന്നുകൊണ്ട് എൻ്റെ ഒരേ ഒരു അങ്കിൾ സുധീർ കുറുപ്പ് 2000 എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഞാനില്ലാത്തൊരു രാത്രി എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ആ മനുഷ്യൻ മുട്ടുവടക്കി വൈദ്യശാസ്ത്രങ്ങൾ തള്ളിക്കളഞ്ഞ മാനസിക രോഗിയായ ആർമിയുടെ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനോട് യേശുവിന്റെ സുവിശേഷത്തെ പറ്റി പങ്കുവെച്ചു. അന്ന് രാത്രി ആ മനുഷ്യൻ എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. 1 മാസങ്ങൾക്ക് ശേഷം സഭയിൽ കടന്നുപോയ എൻ്റെ പിതാവ് ഒരൊറ്റ ടാബ്ലറ്റ് പോലും എടുക്കാതെ എന്തതിശയമേ ദൈവത്തിന് സ്നേഹമെന്ന് പാടി സമാധാനത്തോടെ ഉറങ്ങുന്നത് കണ്ടിട്ട് പുസ്തകം എടുത്തൊരുവനാണ് ഞാൻ. ഇന്ന് രാത്രിയിലും എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ ഒന്നുണ്ട്. ഒരു സിദ്ധാന്തത്തെ മറ്റൊരു സിദ്ധാന്തം കൊണ്ട് നിങ്ങൾക്ക് തകർക്കാം, ഒരനുഭവത്തെ മറ്റൊരനുഭവം കൊണ്ട് മറ്റൊരു രീതി കൊണ്ട് നിങ്ങൾക്ക് തകർക്കാം. എന്നാൽ ഞങ്ങൾക്ക് കിട്ടിയ അനുഭവത്തെ ഒരു രീതി കൊണ്ടും നിങ്ങൾക്ക് തകർക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിലും എനിക്ക് പറയാനൊന്നുണ്ട്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷ പ്രാപിപ്പാൻ കഴിവുള്ള ഒന്ന് തിരുവചനമാണ്. അത് സൃഷ്ടിക്കുന്ന തിരുവചനമാണ്. കുടുംബത്തിന്റെ പാടുമാറ്റുന്ന തിരുവചനമാണ്. കുടുംബത്തിന്റെ ശൂന്യത മാറ്റുന്ന തിരുവചനമാണ്. സൗഖ്യങ്ങളെ നൽകുന്ന തിരുവചനമാണ്. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് ഒരു ആരാധന കൊടുത്താട്ടെ, ശക്തിയോടെ കൊടുത്താട്ടെ. കളിയാക്കുന്നവരൊക്കെ കളിയാക്കട്ടെ, കരമടിച്ച് ശക്തിയോടെ. അതാണ് തിരുവചനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. നോക്കണം പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ വായിച്ച ഭാഗം മരിച്ചവരുടെ പുനരുത്ഥാനമുണ്ട് ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ യേശുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ
ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമത്രേ എന്ന് പറയുന്ന ഒരു വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ആമേൻ ഇതിന്റെ ചുറ്റുപാട് തുടങ്ങുന്നത് എന്ന് പറയുന്നത്. നോക്കണം പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ ഒരു വിഭാഗം, കൊരിന്ത്യ ദൈവസഭയിലെ ഒരു വിഭാഗം വിശ്വസിച്ചിരുന്നു. അവർ ഇച്ചിരി നമ്മളെക്കാട്ടി, നമ്മുടെ സമൂഹത്തെക്കാട്ടി കുറച്ചുകൂടെ മെച്ചമാണ്. അവർ വിശ്വസിച്ചത് ഇതാണ്: യേശു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, എന്നാൽ മരിച്ചവർ ആമേൻ പിന്നീട് ഉയർത്തെഴുന്നേൽക്കുകയില്ല, ആത്മാവെന്നൊന്നില്ല എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഈ ചുറ്റുപാടിൽ അനേകർ വിശ്വസിക്കുന്നുണ്ട് ജീവിതം എന്ന് പറയുന്നത് ഒന്നിനു വേണ്ടി മാത്രമുള്ളതാണ്, ഇവിടെ സുഖിച്ച് സന്തോഷിച്ച് കഴിയുക, അതിനപ്പുറം ഒരു ജീവിതമില്ല എന്ന് ചിന്തിക്കുന്ന പലരെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിനോ ദൈവത്തിൻ്റെ കൽപ്പനകൾക്കോ ദൈവിക പ്രമാണങ്ങൾക്കോ അവൻ വില കൊടുക്കാതെ പോകുന്നൊരു തലമുറയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവമൊന്നില്ല, ആത്മാവൊന്നില്ല, അവൻ മരിച്ചതിന് ശേഷം മനുഷ്യനൊരു പുനരുത്ഥാനമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളെ നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു കാര്യം നിങ്ങൾ അറിയണം, നിങ്ങൾ ഏത് വിശ്വാസത്തിലുള്ള ആളാണെങ്കിലും ഹിന്ദുമതം പഠിപ്പിക്കുന്ന ഒന്നുണ്ട്. ഞാൻ അതിൽ ആയിരുന്ന ഒരാളാണ്. മരണത്തിന് ശേഷം ഒരു പുനരുത്ഥാനത്തെ പറ്റി ഹിന്ദുമതത്തെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യനിൽ ആത്മാവുണ്ടെന്ന് ഹിന്ദുമതം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം മതം പഠിപ്പിക്കുന്നു മനുഷ്യനിൽ ഒരു ആത്മാവുണ്ട്. ക്രിസ്തുമതം പഠിപ്പിക്കുന്നു മനുഷ്യരിൽ ആത്മാവുണ്ട്. ബുദ്ധമതവും ജൈനമതവും സൊറാസ്ട്രിനിസവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നുണ്ട്: മനുഷ്യനിൽ ഒരാത്മാവുണ്ട്. കരമുയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ മരിച്ചതിന് ശേഷം മനുഷ്യനിൽ ഒരു ജീവിതമുണ്ട് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു പ്രാഗൽഭ്യം ഇന്ന് രാത്രി ഈ വചന കേൾവിയിലൂടെ നിങ്ങൾക്കുണ്ടാകട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നോക്കണം പ്രിയപ്പെട്ടവരെ, പഴയ നിയമ കാലഘട്ടത്തിൽ ചില ആളുകൾ വിശ്വസിച്ചിരുന്നത് മരിച്ചതിന് ശേഷം മനുഷ്യൻ നേരെ ഷിയോൾ എന്നറിയപ്പെടുന്ന ഒരു ഭാഗത്തേക്ക് കടന്നു പോകുമെന്നാണ് അവരുടെ ചിന്തയെന്ന് പറയുന്നത്. ഷിയോൾ എന്ന് പറയുന്നത് എന്താണ്? ഭൂമിക്കടിയിൽ ഇരുളടഞ്ഞ തണുപ്പുള്ള നിഗൂഢമായ ഏകാന്തതയുള്ള ദൈവവുമായിട്ടോ മനുഷ്യനുമായിട്ടോ വാസമില്ലാത്ത ഒരു ഭാഗമാണ് ഷിയോൾ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് പലപ്പോഴും ദൈവത്തിൽ നിന്ന് മനുഷ്യനിൽ നിന്ന് അകപ്പെട്ട് ഭൂമിയുടെ അഗാധങ്ങളിൽ, ഇരുളിന്റെ പാതാളങ്ങളിൽ തണുത്തുറഞ്ഞ ഏകാന്തതയുടെ ഭാഗമാകുന്ന ഷിയോൾ എന്ന് പറയുന്നത് തന്നെ കേൾക്കുന്നത് തന്നെ അവർക്ക് പലപ്പോഴും പേടിയായിരുന്നു. അതുകൊണ്ടാണ് ചില ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന് ചില ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ആരും യഹോവയെ സ്തുതിക്കുന്നില്ല, പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിൽ ഇറങ്ങുന്നവരാരും നിന്റെ പ്രവർത്തനങ്ങളെ വർണ്ണിക്കുന്നില്ല എന്ന് നമ്മൾ ചില ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. ഞാൻ കുഴിയിലിറങ്ങി പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ഫലമുള്ളൂ എന്ന് ചില ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണേണ്ടത് ഷിയോൾ എന്നറിയപ്പെടുന്ന അഗാധമായ ഇരുളടഞ്ഞ ഭാഗത്തിൻ്റെ മണ്ഡലങ്ങളെ കുറിച്ചാണ് അവിടെ നമ്മൾ കാണുന്നത്. ഏകാന്തതയുടെ വാസമെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. എന്നാൽ ഈ ഭാഗത്ത് നിരാശയോടെ നിൽക്കുന്ന ഷിയോൾ എന്നറിയപ്പെടുന്ന ഭാഗത്തേക്ക് കടന്നു പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ജനവിഭാഗമുള്ള ഭാഗത്ത് നിൽക്കുമ്പോൾ ചില ഭക്തന്മാർ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് അവർ പ്രത്യാശ വെച്ചത് ഷിയോൾ എന്നറിയപ്പെടുന്ന ഭാഗത്തെക്കുറിച്ചായിരുന്നില്ല, അവർ പ്രത്യാശ വെച്ചത് നിത്യത എന്നറിയപ്പെടുന്ന സങ്കല്പത്തെക്കുറിച്ചായിരുന്നു. കരമുയർത്തി കർത്താവിനൊരു മഹത്വം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിലും ഭക്തന്റെ ഒരു വിശ്വാസിയുടെ ഉറപ്പെന്ന് പറയുന്നത്, സന്തോഷമെന്ന് പറയുന്നത് നിത്യത എന്ന് പറയുന്ന സങ്കല്പമാണ്. കർത്താവിനോടൊപ്പമുള്ള വാസമാണ്. സന്തോഷമുള്ളവർ കരമുയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അതിലേറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയായിരുന്നു 4 വശവും അടയപ്പെട്ട് തൻ്റെ 10 മക്കളും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട് 10 ഡെഡ് ബോഡികൾ ഒന്നിച്ച് കാണേണ്ടി വന്നൊരു ഭക്തൻ ഇയ്യോബ്. അദ്ദേഹം തൻ്റെ ശരീരം മുഴുവൻ ജീർണിച്ച് തൻ്റെ തൊലികൾ മുഴുവൻ അളിഞ്ഞു പോകുന്നൊരു സാഹചര്യത്തിൽ ഓട്ട് കഷണങ്ങൾ കൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ മുറിവുകളെ ഒന്നൊന്നായി ചൊറിഞ്ഞ് താൻ ആശ്വാസം കണ്ടെത്തുന്ന ഒരു സാഹചര്യം. തൻ്റെ ഭാര്യയും സഹോദരങ്ങളും കൂട്ടുകാരും ഒക്കെ ഇനിയും എന്തിനീ ദൈവത്തെ മുറുകെ പിടിക്കുന്നു എന്ന് ഓർത്ത് അവൻ പരിഹസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും എൻ്റെ ത്വക്ക് ഇങ്ങനെ ക്ഷയിച്ച ശേഷം, എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ച ശേഷം ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണുമെന്നുള്ള പ്രത്യാശയായിരുന്നു ആ മനുഷ്യന്റെ
പ്രത്യാശി എന്ന് പറയുന്നത്. 4 വശവും ചുറ്റപ്പെട്ടതുകൊണ്ട്, അടയപ്പെട്ടതുകൊണ്ട് തനിക്ക് വേദനകളില്ല. 10 മക്കൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതുകൊണ്ട് തനിക്ക് വേദനകളില്ല. തൻ്റെ ഭാര്യയും കൂട്ടുകാരും തന്നെ കളിയാക്കുമ്പോഴും തനിക്ക് വേദനകളില്ല. തൻ്റെ ശരീരം ഒന്നൊന്നായി അടർന്നു പോകുമ്പോഴും തനിക്ക് നിരാശയില്ല. ഭക്തന്റെ ആശ്വാസം എന്ന് പറയുന്നത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ച ശേഷം എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്താവിനെ കാണുമെന്നുമുള്ളതാണ്. ആ പ്രത്യാശയുള്ളവർ കരമടിച്ച് കർത്താവിനൊരു മഹത്വം പറഞ്ഞാട്ടെ, ശക്തിയോടെ പറഞ്ഞാട്ടെ, ശക്തിയോടെ പറഞ്ഞാട്ടെ, ശക്തിയോടെ പറഞ്ഞാട്ടെ. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ അവൻ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയിൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. അതാണ് ഭക്തന്റെ ആമൻ വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ആ വിശ്വാസമുള്ളവർ ഒരിക്കൽ കൂടെ കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം പറഞ്ഞാട്ടെ. നീ എൻ്റെ പ്രാണനെ കൈവിടത്തില്ല. ആമൻ. അതാണ് ഭക്തന്റെ വിശ്വാസം. നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ഒരിക്കൽ കൂടെ കരമുയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ആ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ എഴുതുവാനിടയായി തീർന്നത്. അവിടെ നിൽക്കുമ്പോൾ ഒരു ഭാഗം ഞാനൊന്ന് ചിന്തിച്ചോട്ടെ. ആമേൻ. ഞാൻ അവസാനം പറഞ്ഞ വാക്യം നിങ്ങൾ ചിന്തിച്ചോ? സങ്കീർത്തനം 73:24. നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയിൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. നോക്കണം, വെളിപ്പാട് പുസ്തകത്തിലും ഇതേ വാക്യം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. 7 നക്ഷത്രത്തെ വലങ്കരത്തിൽ പിടിച്ചവനെന്ന്. 7 നക്ഷത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 7 സഭകളെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്. 7 സഭകളെ തന്റെ കരത്തിൽ പിടിച്ചവനെന്നാണ്. ആമേൻ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ആമേൻ, അതിന്റെ ഗ്രാമറും അതിന്റെ ഇംഗ്ലീഷും ഒക്കെ വളരെ ചിന്തനീയമാണ്. അത് ഞാൻ ഒന്ന് പറഞ്ഞ് മുന്നേറുവാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. ആമേൻ. 7 നക്ഷത്രം 7 സഭകളെ പിടിച്ചതെന്ന് പറയുമ്പോൾ ഹോൾഡ് എന്ന് പറയുന്ന ഒരു പദമാണ് നമ്മൾ ഇംഗ്ലീഷിൽ അതിന് ഉപയോഗിക്കുന്നത്. ഗ്രീക്കിൽ അതിന് കാരാറ്റെയിൻ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. കാരാറ്റെയിൻ, ഹോൾഡ്, പിടിക്കുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പല കേസുകൾ കാണാൻ സാധിക്കും. നോമിനേറ്റ് കേസ്, അക്യൂസേറ്റീവ് കേസ് എന്നൊക്കെയുള്ള ഒത്തിരി വിഭക്തി പ്രത്യയങ്ങൾ നിങ്ങൾക്ക് കാണാം. ഞാൻ ആരോടെങ്കിലും ഒന്ന് കേസ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഷൂ ലേസ് ഉണ്ട്, ഷോ കേസ് ഉണ്ട്. ആമേൻ. ഇതിങ്ങനെയുള്ള കേസുകളൊന്നുമല്ല, വിഭക്തി പ്രത്യയങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. ആമേൻ. ശ്രദ്ധിക്കുക, ഗ്രീക്കിൽ 2 കേസുകൾ, 2 വിഭക്തി പ്രത്യയങ്ങളുണ്ട്. ഒന്ന് അതിന് അക്യൂസേറ്റീവ് കേസ് എന്നും 2 ജെനറ്റീവ് കേസും എന്നുമാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് അത് തെളിയിച്ചു തരുവാൻ സാധിക്കും. പിടിക്കുക എന്നുള്ളത്, കാരാറ്റെയിൻ എന്നുള്ളത് സാധാരണ വിശുദ്ധ വേദ പുസ്തകത്തിൽ എവിടെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം ജെനറ്റീവ് കേസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജെനറ്റീവ് കേസിൽ അതിങ്ങനെയാണ്. ഓഫ് എന്ന് പറയുന്ന പദത്തോടുകൂടെ അതിന്റെ അർത്ഥം ആമേൻ, the owner seldom hold the full object എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കണ്ടോ, ഇങ്ങനെയാണ് അപ്പോൾ പിടിക്കുക എന്ന് പറയുന്നത്. ഓണർ പൂർണ്ണമായും ഈ വസ്തുവിനെ അവൻ പിടിക്കുന്നില്ല, അതിൻ്റെ ഒരു വശം മാത്രമേ പിടിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ പിടിക്കുന്നു, ഈ ചാവി എൻ്റേതാണ്, ഞാനാണ് ഓണർ. ഇത് എൻ്റെ കരത്തിൽ നിന്ന് നിങ്ങൾക്ക് തട്ടിപ്പറിച്ചെടുക്കുവാൻ വളരെ എളുപ്പം സാധിക്കും. എല്ലാ ബൈബിൾ ഭാഗത്തും ഇതാണ് പിടിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആമേൻ. the owner seldom hold the full object. പൂർണ്ണമായും യജമാനൻ പിടിക്കുന്നില്ല. എന്നാൽ 7 നക്ഷത്രം വഴങ്കയിൽ പിടിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചത് ജെനറ്റീവ് കേസ് അല്ല, അക്യൂസേറ്റീവ് കേസ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ the full object is gripped into the hands of the owner എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് അതിന്റെ ഓണറിന്റെ കരത്തിൽ പൂർണ്ണമായും പിടിക്കപ്പെട്ടത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ദൂത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 7 നക്ഷത്രം വലങ്കരത്തിൽ പിടിച്ചതെന്ന് പറയുമ്പോൾ 7 സഭയെ പൂർണ്ണമായും തന്റെ കരത്തിൽ പിടിച്ചതെന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി എൻ്റെ കരത്തിൽ നിന്നും ആർക്കെങ്കിലും ഈ ചാവി പിടിച്ചു പറിക്കുവാൻ സാധിക്കുമോ? സാധിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. അവ
അവയെ ആർക്കും ഒരു നാളും എൻ്റെ കരത്തിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ കഴിയത്തില്ല. കാരണം അവയെ എൻ്റെ കരത്തിൽ തന്നവൻ അവൻ ഏറ്റവും വലിയവനായ ദൈവമാണ്. അവന്റെ കരത്തിൽ നിന്നും ഒരു ശത്രുവിനും അവനെ പിടിച്ചു പറിക്കുവാൻ കഴിയത്തില്ലെന്ന് പറയുന്ന തിരുവചനം ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ എൻ്റെ ദൈവത്തിന്റെ കരത്തിലാണ്, എൻ്റെ കുടുംബം എൻ്റെ ദൈവത്തിന്റെ കരത്തിലാണ്, എൻ്റെ സഭ ദൈവത്തിന്റെ കരത്തിലാണ്, ഈ ദേശം ദൈവത്തിന്റെ കരത്തിലാണ്. ആമേൻ. എൻ്റെ ദൈവസഭ ആമേൻ ഒരു നാളും ഒരു പിശാചിനും പിടിച്ചു പറിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. കാരണം അവയെ എൻ്റെ കരത്തിൽ തന്നവൻ ഏറ്റവും വലിയവനായ ദൈവമാണ്. അവന്റെ കരത്തിൽ നിന്നും ഒരു പിശാചിനും ആർക്കും പിടിച്ചു പറിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി കരമടിച്ച് സന്തോഷമുള്ളവർ ദൈവത്തിനൊരു നന്ദി കൊടുക്കുവാൻ കഴിയുമാറാകട്ടെ. പൂർണ്ണമായും ദൈവകരത്തിൽ പിടിക്കപ്പെട്ട ദൈവജനം ശക്തിയോടെ അവൻ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുമാറാകട്ടെ. ഇല്ലില്ല, ആ വിചാരത്തിന് നിന്നെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. മന്ത്രവാദങ്ങൾക്ക് നിന്നെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. അവൻ രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്ക് ദൈവസഭയെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. അവൻ ഒരു പിശാചിനും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. രോഗത്തിന് നിന്നെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. കാരണം ഞാനും നിങ്ങളും ദൈവത്തിന്റെ കരത്തിൽ പൂർണ്ണമായും പിടിക്കപ്പെട്ടവരാണ്. ഒരു ശത്രുവിനും പിടിച്ചു പറിക്കുവാൻ കഴിവില്ലാത്ത തിരുവചനത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം പറയാം. ഇതാണ് ആമേൻ ഗ്രീക്ക് എബ്രായ ചുറ്റുപാടിൽ ഈ തിരുവചനത്തിന്റെ സത്യം എന്ന് പറയുന്നത്. ഗ്രീക്ക് ചുറ്റുപാടിലേക്ക് നമ്മൾ കടന്നു പോകുകയാണ്. ഗ്രീക്ക് ചുറ്റുപാടിൽ ആളുകൾ വിശ്വസിച്ചിരുന്നത് ആമേൻ സെനറ്റ്, പ്ലേറ്റോ, സെനേക്ക, ആമേൻ സ്റ്റോയിക് എന്നിങ്ങനെയുള്ള തത്വചിന്തകന്മാരായിരുന്നു ഗ്രീക്ക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പ്ലേറ്റോയും സെനേക്കയും സ്റ്റോയിക്കും ഒക്കെ വിശ്വസിച്ചിരുന്നത് നമ്മുടെ ശരീരമെന്ന് പറയുന്നത് അത് നശിക്കുന്നതാണ്, ആത്മാവെന്ന് പറയുന്നത് അത് നശിക്കാത്തതാണ്. ശരീരം നശിക്കുന്നത്, ആത്മാവ് നശിക്കാത്തതാണ്. അതുകൊണ്ട് മനുഷ്യന്റെ മരണമെന്ന് പറയുന്നത് അവൻ ഈ ശരീരമാകുന്ന ജയിലറയിൽ നിന്ന് അവൻ പൈങ്കിളിയാകുന്ന ആത്മാവ് വേർപെട്ടു പോകുന്നതാണ് മരണമെന്നാണ് ഗ്രീക്ക് തത്വചിന്തകന്മാർ മരണത്തിന് കൊടുത്ത നിർവചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവൻ നശിക്കുന്ന ഈ ശരീരത്തിലേക്ക് നിന്ന് വേർപെട്ടു പോകുന്ന ആത്മാവ് പിന്നീട് ഒരിക്കലും ഈ ശരീരത്തിലേക്ക് തിരിച്ചു വരില്ല എന്നൊരു സിദ്ധാന്തം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ശരീരം നശിക്കുന്നതാണ്, ആത്മാവ് നശിക്കുന്നതല്ല. ആമേൻ. ശരീരമാകുന്ന തടവറയിൽ നിന്ന് ആത്മാവാകുന്ന പൈങ്കിളി കൂടുവിട്ട് പുറത്തു പോകുന്നതാണ് മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നശിക്കുന്ന ഈ ശരീരത്തിലേക്ക് വീണ്ടും ആത്മാവ് ആമേൻ പുനരുത്ഥാന രൂപമായി കടന്നു വരില്ല എന്ന് ഗ്രീക്ക് തത്വചിന്തകന്മാർ പഠിപ്പിക്കുന്ന ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് പൗലോസ് അതിശക്തമായി പറയുകയാണ്, കൊരിന്ത്യ ദൈവസഭയെ നിങ്ങൾ എത്ര തത്വചിന്തകന്മാരാലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട ഒന്നാണെങ്കിലും അവൻ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു ദൂതുണ്ട്. അതിങ്ങനെയാണ്, ഭൗമ ശരീരങ്ങളുമുണ്ട്, ആത്മീയ ശരീരങ്ങളുമുണ്ട്. ആത്മീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. ആമൻ. എന്നിട്ട് പറയുകയാണ്, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു എന്ന് പറയുന്ന ആത്മീയ ദൂത്. അവൻ കരമുയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഏതെല്ലാം തത്വചിന്തകളിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മാവില്ലെന്ന് പറഞ്ഞാലും പുനരുദ്ധാനമില്ല എന്ന് പറഞ്ഞാലും ഭക്തൻ ഇന്ന് രാത്രികാലവും പറയാൻ ഒന്നുണ്ട്, ആത്മീയ ശരീരങ്ങളുമുണ്ട്, ഭൗമ ശരീരങ്ങളുമുണ്ട്. അവൻ മരണത്തോടുകൂടെ വിതയ്ക്കപ്പെടുന്ന ഒന്നാണ് ശരീരമെന്നുണ്ടെങ്കിൽ തേജസ്സോടെ ഉയർക്കുന്ന ഒരു ദിനവുമുണ്ട്. കരമുയർത്തി കർത്താവിനൊരു മഹത്വം പറഞ്ഞാട്ടെ, ശക്തിയോടെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു പയ്യന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, അവരുടെ സ്കൂൾ ഫുട്ബോൾ മേള നടക്കുന്നൊരു സമയമാണ്. എന്നും വൈകുന്നേരം ആ സ്കൂൾ ഫുട്ബോൾ മേളയിൽ അവൻ പ്രാക്ടീസിന് വേണ്ടി ഈ പയ്യൻ തൻ്റെ പിതാവുമായിട്ട് ഗാലറിയിലേക്ക് കടന്നു വരും. തൻ്റെ പിതാവിനെ താൻ ഒരു ഗാലറിയുടെ ഒരു പ്രത്യേക ഭാഗത്ത് എന്നും ഇരുത്തിയിട്ട്, എന്നും അവിടെ തന്നെയാണ് ഇരുത്തിയിരുന്നത്. അവിടെ ഇരുത്തിയിട്ട് ഇവൻ പ്രാക്ടീസിന് വേണ്ടി കടന്നു പോകും. സ്കൂൾ മേളയിലെ ഏറ്റവും പ്രഗത്ഭമായ ഇനമാണ് ഇന്റർനാഷണൽ പ്ലേ എന്ന് പറയുന്നത്. ആ ഇന്റർനാഷണൽ പ്ലേ തുടങ്ങുകയാണ്. പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു. അവൻ കളി തുടങ്ങി 4 ദിവസം
ദിവസമായിട്ടും ഈ പയ്യൻ കടന്നു വന്നില്ല. നല്ല കളിക്കാരനല്ലാത്തത് കൊണ്ട് അവൻ്റെ കോച്ചും അത്ര ഇൻട്രസ്റ്റോടെ അവനെ തിരക്കിയതുമില്ല. 4 ദിവസമായി കണ്ടില്ല. നല്ല പ്ലെയർ അല്ലാത്തത് കൊണ്ട്, റിസർവ് ബെഞ്ചിൽ ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ശ്രദ്ധിച്ചതുമില്ല. എന്നാൽ സെമി ഫൈനൽ ദിവസം അവൻ ഓടിക്കിതച്ചു വരികയാണ്. ഓടിക്കിതച്ചു വന്നിട്ട് കളി തുടങ്ങുമ്പോൾ കോച്ചിന്റെ മുമ്പിൽ അവൻ വിന്നിട്ട് പറഞ്ഞു, സർ, ഇന്ന് എനിക്ക് കളിക്കണം. ഈ ഇന്റർനാഷണൽ മേളയുടെ ഫൈനൽ എനിക്ക് കളിക്കണം. കോച്ച് പറഞ്ഞു, കഴിഞ്ഞ 4 ദിവസമായി നിനക്ക് പ്രാക്ടീസ് ഇല്ല. കഴിഞ്ഞ 4 ദിവസമായി നിന്നെ ഞാൻ കാണുന്നില്ല. നിന്നെ എവിടെയായിരുന്നു? അത് മാത്രമല്ല, ഇനി ഒരു കളി, അതിനപ്പുറം നമ്മൾ ഫൈനലിലേക്ക് കടന്നു പോകുകയാണ്. ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. അവൻ താണു വീണ് പറഞ്ഞു, സർ, ഇന്ന് എനിക്ക് കളിക്കണം. അവസാനമായി, ഇനി ഒരിക്കലും സാർ എന്നെ കളിപ്പിക്കേണ്ടുന്ന കാര്യമില്ല. ഇന്ന് എന്നെ കളിപ്പിക്കണമെന്ന് പറഞ്ഞു. അവനെ കോച്ച് കളിപ്പിക്കുവാനിടയായി തീർന്നു. കളി തീർന്നു. മറ്റാരേക്കാളും വളരെ സാമർഥ്യത്തോടെ അവൻ കളിക്കുവാനിടയായി തീർന്നു. അവൻ വഴിയായിട്ട് അനേക ഗോളുകളും പിറക്കുവാനിടയായി തീർന്നു. അവൻ ആ ടീമിന്റെ പ്രഗത്ഭനായ വിജയിയുടെ പട്ടികയിൽ ഒന്നാമനായി തീരുവാനും ഇടയായി തീർന്നു. കോച്ച് അവനെ അഭിമാനത്തോടുകൂടെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, മകനെ, ഇത്ര ദിവസവും നിന്റെ ഈ കളികൾ നീ എവിടെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു? നീ എന്താണ് കഴിഞ്ഞ 4 ദിവസവും കാണാതിരുന്നത്? എവിടെയാണ് നിന്റെ പപ്പ? ഇന്ന് ആ ഗാലറിയിൽ നിന്റെ പപ്പയെ കാണുന്നില്ലല്ലോ. അപ്പോഴാണ് ആ മകൻ ഇങ്ങനെ പറയുവാനിടയായി തീർന്നത്, സർ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ പപ്പയുമായി കടന്നു വരും. എൻ്റെ പപ്പ ഇരുത്തുന്നത് സാർ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു പ്രത്യേക കോർണറിൽ മാത്രമാണ് ഞാൻ എൻ്റെ പപ്പയെ ഇരുത്തുന്നത്. അവിടെ ഇരുന്നാൽ പപ്പ അവസാനം വരെ അവിടെ ഇരിക്കും. കാരണം എൻ്റെ പപ്പയുടെ 2 കണ്ണുകളും കാണാൻ കഴിയാത്ത കണ്ണുകളായിരുന്നു. കാഴ്ച ശക്തിയില്ലാത്തൊരു മനുഷ്യൻ. ഞങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ പപ്പ മരണം വഴിയായി ഈ ലോകത്തോട് വിട പറയുവാനിടയായി തീർന്നു. ഞാൻ ഇന്ന് അഭിമാനത്തോടെ കളിച്ചു. ഈ വിജയത്തിൽ ഏറ്റവും പങ്കാളികളായി തീരുകയും ഇടയായി തീർന്നു. എൻ്റെ ഉത്തേജനം എന്താണെന്നറിയാമോ? സ്വർഗീയ പറുദീസയിലിരുന്ന് ഇതുവരെ കാണാതിരുന്ന എൻ്റെ പപ്പ ആദ്യമായിട്ട് എൻ്റെ കണ്ണ് തുറന്ന് കണ്ട് എൻ്റെ കളി ആസ്വദിക്കുന്നുണ്ട്. അതായിരുന്നു എൻ്റെ ഉത്തേജനം എന്ന് പറയുന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ ഭക്തന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ബലഹീനതയോടെ നമ്മൾ വിതയ്ക്കപ്പെട്ടാലും, രോഗത്തോടെ നമ്മൾ മരണപ്പെട്ടാലും, മരണമില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു ശരീരത്തോടുകൂടെ ഉയർക്കുമെന്നുള്ളതാണ് ഭക്തന്റെ വിശ്വാസം എന്ന് പറയുന്നത്. കരമുയർത്തി കർത്താവിന് ഒരു മഹത്വം പറയുവാൻ ഇടയാകുമാറാകട്ടെ. അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് പൗലോസ് മരിച്ചവരുടെ പുനരുത്ഥാനമുണ്ട് എന്നും ആത്മാവുണ്ട് എന്നും ക്രിസ്തു മരിച്ചവരുടെ ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളൊരു ചിന്ത പൗലോസ് സവിസ്തരം പ്രതിപാദിക്കുന്ന ഭാഗത്ത് നിന്നാണ് ഇന്ന് രാത്രി നമ്മൾക്ക് കേൾക്കുവാൻ ഇടയായി തീരുന്നത്. അപ്പോൾ പൗലോസ് കൊരിന്ത്യ ദൈവസഭയിലെ പ്രഗത്ഭന്മാരായ ആളുകളോട്, യഹൂദ പാരമ്പര്യത്തിലും ഗ്രീക്ക് ചുറ്റുപാടിലുമൊക്കെ പുകഴുന്ന ആളുകളോട് തർക്കമില്ലാതെ വാദിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വസ്തുതയുണ്ട്. നിങ്ങൾ ആരുമാകട്ടെ, എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നുണ്ട്. ഒരു പുനരുദ്ധാന ശരീരം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ഉയർപ്പിന് വേണ്ടി നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആത്മാവിന്റെ ഉയർപ്പിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിനോടൊപ്പമുള്ളൊരു നിത്യവാസത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ ഒന്നുണ്ട്. അതാണ് പൗലോസ് ഈ 15-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞു തുടങ്ങുന്നത്. അതിന്റെ ആത്യന്തികമായ ചിന്തയെന്ന് പറഞ്ഞാൽ, നിങ്ങളും ആരുമാകട്ടെ, കൊരിന്ത്യയിലെ പ്രഗത്ഭരെ, കൊരിന്ത്യയിലെ ദേശക്കാരെ, എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നുണ്ട്. നിങ്ങൾ ആത്യന്തികമായി സുവിശേഷ വിശ്വസിക്കണം എന്നുള്ളതാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. പൗലോസിന് അത് പറയാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അയ്യോ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് തത്വചിന്തകന്മാർ തന്നെ കൊല്ലുമോ? യവനായ ആളുകൾ തന്നെ കൊല്ലുമോ? ഹിബ്രായ ആളുകൾ തന്നെ കൊല്ലുമോ? ഇല്ലില്ല. ഭക്തന് പേടിയില്ല, പൗലോസിന് പേടിയില്ല. കാരണം അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു കർത്താവ് കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നതിന്, സുവിശേഷം പറയുന്നതിന് തടസ്സമില്ല. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ആമേൻ ചേരുവാൻ അത്യുത്തമം ആഗ്രഹിക്കുന്ന ഒരു ഭക്തനായിരുന്നു പൗലോസ്. അതുകൊണ്ട് മരണത്തെ ഭയമില്ലാത്ത അവന് കൊരിന്ത്യയിലെ പ്രാഗൽഭ്യം നോക്കാതെ, കൊരിന്ത്യയിലെ തത്വചിന്തകൾ നോക്കാതെ സധൈര്യം അവൻ പറഞ്ഞു, ആമേൻ, നിങ്ങൾക്കൊരു പുനരുത്ഥാന ശരീരം വേണമെന്നുണ്ടെങ്കിൽ, ഉയർപ്പിന്റെ പൊൻപുലരിയിൽ നിങ്ങളുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്നുള്ളത് ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് ഭയമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ദേശത്തോടും ആത്യന്തികമായി ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് പറയാൻ ആമേൻ ഒന്നു മാത്രമേ ഉള്ളൂ. ആത്മാവിൽ നിങ്ങളിൽ ഒരു ആത്മാവുണ്ട്. ആമേൻ, ആ ആത്മാവിന്റെ ഒരു പുനരുത്ഥാനം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ, നാളെ കർത്താവിന്റെ കാഹളം നാദം ഈ ഭൂമിയിൽ ധ്വനിക്കുമ്പോൾ നിങ്ങളും ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടൊപ്പം ചേരണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരുമാകട്ടെ ഈ സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ നിങ്ങൾക്ക് കഴിയുമാറാകണം. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. അതാണ് ആദ്യ ഭാഗങ്ങളിൽ പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത്. ആ വാക്യം ഒന്നുകൂടെ നമ്മൾ വായിക്കുന്നു മൈക്കിലൂടെ. ശ്രദ്ധിക്കുക, ദൈവദാസൻ അത് പ്രാർത്ഥിക്കും, വായിക്കും. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 1, 2, 3, 4 വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചും വ്യർത്ഥമല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു എന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചു തന്നെ നിങ്ങളോട് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. മതി. ആദ്യമായി സുവിശേഷത്തിന്റെ പ്രാധാന്യം അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്. നമ്മുടെ ചുറ്റുപാടിൽ അനേകർക്കൊരു തെറ്റിദ്ധാരണകളുണ്ട്. ഈ സുവിശേഷം എന്ന് പറയുന്നത് മതപ്രചരണത്തിന്റെ ഭാഗമാണ്. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾ ഒരു മതത്തിന്റെയും ഭാഗമല്ല. ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. വിശുദ്ധ വേദ പുസ്തകത്തിൽ ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു മതത്തിന്റെയും ഭാഗമല്ല. ഞങ്ങളൊരു മാർഗത്തിന്റെ ഭാഗമാണ്. ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയുടെ മാർഗക്കാർ, ക്രിസ്തുവിന്റെ മാർഗക്കാർ. അതാണ് ഞങ്ങളുടെ രീതി എന്ന് പറയുന്നത്. ഞങ്ങൾ ഇത് മതപ്രചരണത്തിന് വേണ്ടി അല്ല ഉപയോഗിക്കുന്നത്. 2 തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ പരക്കാറുണ്ട്. ആളുകൾ ചിന്തിക്കുന്നത് ഇത് മതം മാറ്റത്തിന് വേണ്ടിയുള്ളതാണ്, ഇത് പേരുമാറ്റത്തിന് വേണ്ടിയുള്ളതാണ് എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളതാണ് ഇന്ന് പ്രൈമറി ആയിട്ട് ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കണം, എന്താണ് സുവിശേഷത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത? ദ ഫസ്റ്റ് പ്രൈമറി ഫാക്ട്സ് ഓഫ് ദ ഗോസ്പൽ. 1, ദ ഗുഡ് ന്യൂസ്, ഇറ്റ് വാസ് സംതിങ് വിച്ച് ആമേൻ ദ കൊരിന്ത്യൻ റിസീവ്ഡ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഒന്നാമത്തെ പ്രത്യേകത, നിങ്ങൾക്ക് ലഭിച്ച സുവിശേഷം. ആമേൻ. നോക്കുക, ഇതൊരു ക്രിസ്തീയ മതവിഭാഗം ഒരു വിഭാഗത്തോട്, ഒരു ജനതയോട് പറയുന്ന ഒന്നല്ല സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷത്തിന്റെ പ്രാധാന്യം അതേതെങ്കിലും ഒരു ക്രിസ്തീയ സംഘടന ഒരു ദേശത്തോട് പറയുന്ന ഒന്നല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അത് പ്രശ്നമായി മാറുന്നത്. ഞങ്ങൾ ഇന്ന് രാത്രിയിലും അഭിമാനത്തോടെ പറയുവാൻ കാരണം സുവിശേഷം അത് ഞങ്ങൾക്ക് ലഭിച്ച സുവിശേഷമാണ്. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, സുവിശേഷം നമുക്ക് ലഭിച്ച സുവിശേഷമാണ്. അപ്പോൾ ഒരു ചിന്തയുണ്ട്, ആരിൽ നിന്നാണ് ഈ സുവിശേഷം നമുക്ക് കിട്ടിയത്? ഏതെങ്കിലും ഒരു ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നാണോ? ഏതെങ്കിലും ഒരു സഭയിൽ നിന്നാണോ ഈ സുവിശേഷം നമുക്ക് കിട്ടിയത്? ആമേൻ. ലഭിച്ചതെന്ന് പറയുമ്പോൾ ഇതിന്റെ മുമ്പുള്ള അധ്യായം 11-ാം അധ്യായം തിരുമേശയെ പറ്റി പൗലോസ് പറയുമ്പോൾ നമ്മൾ അവിടെ ഇതേ പോണക്കുള്ള ലഭിച്ചത് എന്ന് പറയുന്ന ഒരു പദം കാണുന്നുണ്ട്. ലഭിച്ചത്, പാരാലംബാനോ, റിസീവ്ഡ് എന്നുള്ള ആ പദം ലഭിച്ചത്. അപ്പോൾ പൗലോസ് പറയുന്നത് പ്രൈമറി ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എവിടെ നിന്ന് ലഭിച്ചു എന്ന്. അതുകൊണ്ടാണ് ഇവിടെ അദ്ദേഹം വ്യക്തമായി പറയാതിരുന്നത് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ളത്. 11-ാം അധ്യായത്തിൽ അദ്ദേഹം പറച്ചത് ഇങ്ങനെയാണ്: തിരുമേശയിൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു നൽകുകയും നൽകുന്നത് എന്തെന്നാൽ എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. പാരാലംബാനോ എന്നറിയപ്പെടുന്ന പദം തന്നെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ലഭിച്ചത് ആരിൽ നിന്നെന്ന് ചോദിച്ചാൽ ഉത്തരം ക്ലിയറാണ്. അരിമനാഥനായ യേശു കർത്താവിൽ നിന്നാണ് ഈ സുവിശേഷം ഇന്ന് രാത്രി നമുക്ക് ലഭിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ബിജു കൃഷ്ണൻ ലഭിച്ചത് ഇന്ന് രാത്രി ഈ ദേശത്തിന് ലഭിക്കുന്നത്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. അതാണ് ഈ സുവിശേഷത്തിന്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. ലഭിച്ചതെന്ന് പറയുമ്പോൾ, ആമേൻ, റിസീവ്ഡ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഇത് അർത്ഥമാക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിതാണ്, ഇറ്റ് ഷോസ് ദ ഹിസ്റ്റോറിസിറ്റി ഓഫ് ദ ഫാക്ട്. ആമേൻ. ചരിത്രപരമായ വസ്തുതകളുടെ വിശകലനത്തെയാണ് ഇത് സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ. റിയാലിറ്റിയുടെ വസ്തുതകളെയാണ് ഇത് സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ. ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തുവിന്റെ
അപ്പോസ്തലന്മാരിൽ നിന്ന് പിന്നീട് വന്ന ലീഡേഴ്സിലൂടെ ഇന്ന് സുവിശേഷം ഈ ജനതയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഷോസ് ദ ഹിസ്റ്റോറിസിറ്റി. ചരിത്രപരമായ വസ്തുതയാണ് ഇത് കാണിക്കുന്നത്. വസ്തുതാപരമായ വസ്തുതയാണ് ഇത് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സുവിശേഷം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരപ്പുപ്പൻ കഥയല്ല. ഒരു അപ്പുപ്പൻ ഉണ്ടായിരുന്നു. പണ്ടൊരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു മകൻ ജനിച്ചു എന്ന് പറയുന്ന കെട്ടുകഥകളുടെ കുമ്പാരമല്ല സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം ചരിത്രപരമായ വസ്തുതയാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അനേക ചരിത്ര നിഷേധികൾ ലോകത്തിന്റെ തങ്കലിപികളാൽ എഴുതപ്പെട്ട സുവിശേഷത്തെ മായ്ച്ചു കളയുവാൻ ശ്രമിച്ചിട്ടും അവൻ തങ്കലിപികൾ കൊണ്ട് എഴുതപ്പെട്ട ചരിത്ര വസ്തുതകളെ മായ്ച്ചു കളയുവാൻ ശ്രമിച്ചിട്ടും മായാതെ കളയുന്ന നിൽക്കുന്ന ഒരു വസ്തുത. സഹോദരാ സഹോദരി, നിങ്ങളുടെ വീട്ടിൽ കലണ്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കലണ്ടർ വാക്കും ഭാഷണവും കൂടാതെ നിങ്ങളോട് പറയുന്ന ഒരു വസ്തുതയുണ്ട്. ക്രിസ്തു അവൻ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ചരിത്ര വസ്തുതയാണ്. AD എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഡെത്ത് എന്നും BC എന്ന് പറയുമ്പോൾ ബിഫോർ ക്രൈസ്റ്റ് എന്നും ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. കെട്ടുകഥയല്ലാത്ത, കോർത്തിണക്കുവാൻ പാടുപെടുന്ന ഒന്നല്ല സുവിശേഷം എന്ന് പറയുന്നത്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. എത്രയെത്ര ചരിത്രകാരന്മാർ ഈ സുവിശേഷത്തെ പറ്റി എഴുതിയിട്ടുണ്ടെന്നറിയാമോ? റോമൻ ചരിത്രകാരനായിരുന്ന ടൈറ്റസ് ഫ്ലേവിയസ് ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ AD 37 മുതൽ 100 വരെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവൻ, തന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു, അവൻ യേശു എന്ന് പറയുന്ന ഒരുവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന്. ഫില്ലി ദ യങ്ങർ എന്ന് പറയുന്ന റോമൻ ചരിത്രകാരൻ, അദ്ദേഹം AD 62 മുതൽ 113 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റോമൻ ചരിത്രകാരനാണ്. ക്രിസ്ത്യാനിയല്ല, യഹൂദനല്ല. അദ്ദേഹം തന്റെ ചരിത്ര താളുകളിൽ എഴുതി വെച്ചു, യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന്. കൊർനെല്ലിയോസ് ടാറ്റിസസ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, റോമൻ ചരിത്രകാരനാണ്. ദ അനൽസ് എന്ന് പറയുന്ന തന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ AD 56 മുതൽ 117 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കൊർനെല്ലിയോസ് എഴുതി വെച്ചു, അവൻ മാനവ കുലത്തിന്റെ രക്ഷിതാവായ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന്. ഗായിയൂസ് എന്ന് പറയുന്ന അടുത്ത തത്വചിന്തകൻ, അവൻ ലൈവ്സ് ഓഫ് സീസർ, റോമൻ ഭരണാധികാരികളായിരുന്ന സീസറിന്റെ ചരിത്രം എഴുതിയപ്പോൾ ആ മനുഷ്യൻ എഴുതി വെച്ചു, യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത്. It shows the historicity of the gospel, the authenticity of the gospel. ചരിത്രപരമായ വസ്തുത, നിഗൂഢമല്ലാത്ത വസ്തുത, സത്യപരമായ വസ്തുത. കരമുയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആ സുവിശേഷത്തെയാണ് ഇന്ന് രാത്രി ബിജു കൃഷ്ണൻ ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ സുവിശേഷം? ലഭിച്ച സുവിശേഷം എന്ന് പറയുമ്പോൾ ഇത് മതം മാറ്റമാണോ? ഞാൻ എൻ്റെ മതം മാറിയിട്ടില്ല. എൻ്റെ ഡോക്യുമെൻ്റുകളിൽ ഇന്നും പഴയ റിലീജിയൻ തന്നെയാണ്. ഞാൻ എൻ്റെ പേര് മാറിയിട്ടില്ല. ബിജു കൃഷ്ണൻ എന്ന് തന്നെയാണ് എൻ്റെ പേര്. എന്താണ് സുവിശേഷം? മതം മാറാനുള്ളതാണോ? പേര് മാറാനുള്ളതാണോ? അല്ല. സുവിശേഷത്തിൻ്റെ നിർവചനം വിശുദ്ധ വേദ പുസ്തകത്തിൽ തന്നെയുണ്ട്. റോമാലേഖനം 1:1 ദൈവം തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം എന്നാണ് നമ്മളവിടെ കാണുന്നത്. അത് മതം മാറ്റമെന്നില്ല, പേരുമാറ്റമെന്നില്ല, ഒന്നും തന്നെയില്ല. അവിടെ നമ്മൾ കാണുന്നത് ദൈവം തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. 1:5 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ പുത്രനായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് സ്വയം ചിന്തിക്കുന്ന സുവിശേഷം. 2 തീമോത്തിയോസ് 2:8 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർക്കുക, അതാകുന്നു സുവിശേഷം. കണ്ടോ പ്രിയപ്പെട്ടവരെ സുവിശേഷം എന്താണെന്ന്? ലോകമേ കണ്ടോ സുവിശേഷം എന്താണെന്ന്? സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവാണ്. ഞങ്ങൾക്കറിയാം ഈ ദേശനിവാസികൾക്ക് യേശുവിനെ ഇഷ്ടമാണെന്ന്. എൻ്റെ നാട്ടിൽ അനേകർക്ക് യേശുവിനെ ഇഷ്ടമാണ്. അതാണ്
സുവിശേഷം എന്ന് പറയുന്നത്. ആ യേശുവിനെ സ്വീകരിപ്പാനാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് സ്നേഹത്തിൽ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്. കരമുയർത്തി എന്ന് പറഞ്ഞ് ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. ഞങ്ങളുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. ഒന്ന് പറഞ്ഞ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി ഊറ്റം കൊണ്ട ചിന്തയാണ് ക്രിസ്തു എന്ന് പറയുന്ന സുവിശേഷം എന്ന് പറയുന്നത്. ആ മനുഷ്യൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാകുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കുവാൻ അദ്ദേഹം ഉപയോഗിച്ച മാർഗം എന്ന് പറയുന്നത് സഹന സമരം എന്ന് പറയുന്ന മാർഗമായിരുന്നു, സത്യാഗ്രഹം എന്ന് പറയുന്ന മാർഗമായിരുന്നു. തന്റെ പുസ്തകമാകുന്ന സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ മഹാത്മാഗാന്ധി എഴുതി വെച്ചത് ഇങ്ങനെയാണ്: അവൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് കെട്ടുപെട്ടിക്കുവാൻ എനിക്ക് ഊറ്റം പകർന്ന സത്യാഗ്രഹത്തിന്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു കരണത്തടിക്കുവാൻ പറയുമ്പോൾ മറുകരണവും കാണിക്കൊടുക്കുവാൻ പറഞ്ഞ ക്രിസ്തുവിന്റെ മാമൻ മലയുടെ പ്രസംഗമായിരുന്നു എന്നുള്ള വസ്തുത. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, അവൻ ഇന്ത്യയിലെ ലോകത്തിന്റെ സകല മാനവ കുലത്തിന്റെയും രക്ഷിതാവാണ് ക്രിസ്തു എന്നാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി ഇന്ത്യയെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത്. അതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതെ പ്രിയപ്പെട്ടവരെ, ആർഷ ഭാരത സംസ്കാരത്തിലെ നേതാക്കന്മാരെ പോലും ഊറ്റം കൊള്ളിപ്പിച്ച സുവിശേഷത്തിന്റെ സത്യം. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. തീർന്നില്ല. കേരളത്തെ നോക്കി ഭ്രാന്താലയം എന്ന് വിളിച്ച നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ്. ആ നല്ല വ്യക്തിത്വത്തെ ഞങ്ങൾ ഇന്ന് രാത്രിയിലും ഓർക്കുകയാണ്. നോക്കണം, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കൊണ്ട് കഷ്ടം നിറഞ്ഞ കേരള മണ്ണ്, സ്വന്തം ശരീരത്തിന് പോലും കരം കൊടുക്കേണ്ടി വന്ന സ്ത്രീകളുടെ മാനത്തിന് വിലയിട്ട ജാതീയ സമ്പ്രദായങ്ങൾ, പൊതുവേയുള്ള കിണറുകളിൽ നിന്ന് വെള്ളം കോരുവാൻ വിധിയില്ലാതിരുന്ന താണജാതിക്കാരുടെ കേരള സമൂഹത്തെ പറ്റി നമ്മൾ ചരിത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. ഉന്നജാതിയിലുള്ള ടെമ്പിളുകളിൽ, അമ്പലങ്ങളിൽ കയറുവാൻ നിഷേധ്യമായിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ജാതി വ്യവസ്ഥകൾ കൊണ്ട് കോമരം തുള്ളിയ കേരള നാടിനെ നോക്കി ഭ്രാന്താലയം എന്ന് വിളിച്ച സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുവാൻ തുടങ്ങി. ക്രിസ്തുവിനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ താണവിഭാഗമായിരുന്ന ശമര്യ എന്ന് പറയുന്ന ദേശം, ശമര്യയിലൂടെ യഹൂദനായ പ്യുവർ ബ്ലഡഡ് യഹൂദൻ കടന്നു പോകാറില്ല. അത് അന്യജാതിക്കാരുടെ നാടാണ്, പൊല്യൂട്ടഡ് ആയ ആളുകളുടെ നാടാണ് എന്നുള്ളത് കൊണ്ട് യഹൂദൻ കടന്നു പോകാറില്ല. അങ്ങനെയുള്ള നാടിലൂടെ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു കടന്നുപോയത് മനസ്സിലാക്കിയ സ്വാമി വിവേകാനന്ദൻ തീർന്നില്ല. തന്റെ പെഡിഗ്രി എഴുതിയപ്പോൾ, തന്റെ വംശ പാരമ്പര്യം എഴുതിയപ്പോൾ അദ്ദേഹം നോക്കുകയാണ്, ആ കാലഘട്ടത്തിൽ സ്ത്രീ എന്ന് പറയുന്നതിനെ ഒരു സാധനമായി കണക്കാക്കിയിരുന്ന സമൂഹം. യഹൂദൻ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും: ദൈവമേ നിനക്ക് നന്ദി, നീ എന്നെ ക്രിസ്ത്യാനിയായും പട്ടിയായും സ്ത്രീയായും ജനിപ്പിച്ചില്ലല്ലോ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ പുതിയ നിയമം എഴുതിയ കാലഘട്ടം. അതായിരുന്നു യഹൂദന്റെ സ്ത്രീകളോടുള്ള ഭാഗം എന്ന് പറയുന്നത്. പട്ടിക്ക് തുല്യമായ സ്ഥാനം, ഒരു വസ്തു എന്ന് കരുതിയ ഭാഗം. അവിടെ തന്റെ പെഡിഗ്രി, തന്റെ വംശാവലി എഴുതിയപ്പോൾ മത്തായിയെ കൊണ്ട് രൂത്തിനെയും താമാറിനെയും സ്തോത്രം ഹാഗാറിനെയും എഴുതി ചേർപ്പിച്ചിട്ട യേശുവിന്റെ പ്രവൃത്തി കണ്ടപ്പോൾ 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ, രക്തസ്രാവമുള്ളവർ സമൂഹത്തിന് അശുദ്ധമെന്ന് പറയുന്ന ഒരു കാലഘട്ടം, പഴയ നിയമ പുതിയ നിയമ കാലഘട്ടം. പഴയ നിയമ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവൻ അശുദ്ധനായില്ല. അവൻ ഇരിക്കുന്നിടത്തു നിന്ന് ഓടിപ്പോകേണ്ടി വന്നില്ല. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഒരു വിപ്ലവവും ഉണ്ടാകാതെ അവൾ സൗഖ്യമാകുന്നത് കണ്ട സ്വാമി വിവേകാനന്ദൻ ആർഷ ഭാരത സംസ്കാരത്തിൽ പ്രഗത്ഭമായ നേതൃത്വം വരിച്ച വ്യക്തി, വൈഭവം. സ്വാമി വിവേകാനന്ദൻ ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: അല്ലയോ ലോകരക്ഷിതാവായ യേശു കർത്താവേ, അങ്ങയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അങ്ങയുടെ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പുണ്യാഹ രക്തം കൊണ്ടല്ല, തളിച്ചാൽ ശുദ്ധി നൽകുന്ന പുണ്യാഹ രക്തം കൊണ്ടല്ല, എന്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ അങ്ങയുടെ കാൽപാദത്തെ തഴുകുമെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ ഊറ്റം കൊണ്ട സിദ്ധാന്തം, സുവിശേഷം, ക്രിസ്തു.
ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും മന്നത്തപ്പനെയും ഊറ്റം കൊള്ളിപ്പിച്ച സിദ്ധാന്തം സുവിശേഷം. ക്രിസ്തു അതാണ് യഥാർത്ഥ സുവിശേഷം. അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്, ഒരു സംഘടനയുടെയും ഭാഗമല്ല. കരമുയർത്തി ദൈവത്തിൻ്റെ മഹത്വം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ആമേൻ. അതാണ് സുവിശേഷത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ദ കൊരിന്ത്യൻ റിസീവ് ദ ഗോസ്പൽ. കൊരിന്ത്യ ആളുകൾക്ക് ലഭിച്ച സുവിശേഷം. 2, സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ നിൽക്കുന്നതുമായ സുവിശേഷം. നിങ്ങൾ നിൽക്കുന്നതുമായ സുവിശേഷം. അടുത്തിരിക്കുന്ന കരം കൊടുത്തൊന്ന് പറഞ്ഞ്, നമ്മളെ നിർത്തിയത് സുവിശേഷമാണെന്ന്. ആമൻ. ഗോസ്പൽ, ആമൻ, അത് നമ്മളെ നിർത്തിയതാണ്. ഇൻ വിച്ച് ആമൻ യു സ്റ്റാൻഡ് ഗുഡ് ന്യൂസ്, സംതിങ് വിച്ച് ആമൻ ദ കൊരിന്ത്യൻ സ്റ്റാൻഡ് എന്നുള്ളതാണ് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത്. കൊരിന്ത്യ ദൈവസഭയെ നിർത്തിയ സുവിശേഷം. കണ്ടോ പ്രിയപ്പെട്ടവരെ, സമൂഹമേ, നിങ്ങൾ കേൾക്കുക. ആമൻ. അതാണ് സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. സുവിശേഷം നമ്മളെ നിർത്തുന്ന സുവിശേഷമാണ്. സുവിശേഷം നിർത്തുക എന്ന് പറയുമ്പോൾ അതിനെ ഗ്രീക്ക് പദത്തിൽ 3 അർത്ഥങ്ങളുണ്ട്. ഗ്രീക്ക് പദം ഞാൻ ഇനി പറയുന്നില്ല, 3 അർത്ഥങ്ങളുണ്ട്. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഇൻ എ സ്ലിപ്പറി വേൾഡ് ഇറ്റ് allow you to stand firm എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത്. 2, in a tempting world it allow you to stand firm എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത്. നിർത്തുക. 3, stand. 3, ആമേൻ, in a broken world, ആമേൻ, it allow you to, in a hurting world it allow you to stand firm എന്നുള്ളതാണ് ഇതിൻ്റെ മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത്. സുവിശേഷത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം in a tempting world, in a slippery world it allow you to stand firm. അതായത് വഴുവഴുപ്പുള്ളൊരു പാറയിൽ, വഴുവഴുപ്പുള്ളൊരു പാറയിൽ നിങ്ങൾ വഴുതിപ്പോകാതെ ആമൻ നിർത്തുന്നത്, സ്വന്തം കാലിൽ നിർത്തുന്നത്, അതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 2, മദ്യവും മദിരാശിയും മതോന്മത്തതയുമുള്ളൊരു സമൂഹത്തിൽ, ടെംപ്റ്റിംഗ് വേൾഡ്, ആമൻ, നിങ്ങളെ അതിനെല്ലാം നോ പറഞ്ഞു നിർത്തുന്ന ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത്. 3, ഇൻ എ ഹട്ടിംഗ് വേൾഡ്, സ്വന്തം അമ്മയ്ക്ക് പോലും മക്കളോട് സ്നേഹമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ജനിച്ച് 10 മാസം ചുമന്ന് അവൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ പോലും കല്ലറകളിൽ എറിഞ്ഞു കൊല്ലുവാൻ മടിയില്ലാത്ത അവൻ ആധുനിക കേരള സമൂഹത്തിൽ, ഇൻ എ ഹട്ടിംഗ് വേൾഡ്, നിങ്ങളെ നിർത്തുന്ന ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത്. കരമുയർത്തി സുവിശേഷത്തിനൊരു നന്ദി പറഞ്ഞ്, ക്രിസ്തുവിനൊരു മഹത്വം പറഞ്ഞ്, നമ്മളെ നിർത്തിയതോർത്ത് കരമടിച്ച് ദൈവത്തിനൊരു മഹത്വം പറഞ്ഞ്, ശക്തിയോടെ പറഞ്ഞ് ആമേൻ. 1, ആമേൻ, in a slippery world it allow you to stand firm. വഴുവഴുപ്പുള്ള പായലുകൾ നിറഞ്ഞൊരു പാറയിൽ, ഒരു പാതയിൽ നിങ്ങളെ നിർത്തുന്ന സുവിശേഷം. നിങ്ങൾ ആമേൻ, ഇന്നേക്ക് 1 വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ദിനപത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റിൽ വന്ന ഒരു ചരിത്രപരമായ വസ്തുതയാണ് ഇന്ന് രാത്രി ഇതിന് ആധാരമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പത്തനാപുരം ഗാന്ധി ഭവൻ എന്ന് കേട്ടിട്ടുള്ള ആരെങ്കിലും ഇവിടെയുണ്ടോ? ആമേൻ. പത്തനാപുരം ഗാന്ധി ഭവൻ എന്ന് കേട്ടിട്ടുള്ള ആരെങ്കിലും ഇവിടെയുണ്ടോ? പുനലൂർ സോമരാജൻ, ഡോക്ടർ സോമരാജൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ശ്രദ്ധിക്കുക. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയൊന്നുമല്ല. ആമൻ. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇന്ന് ലോകത്തിലെ, ഇന്ത്യയിലെ ആതുര സേവന രംഗത്ത് അപ്പനും അമ്മയും ആമൻ തള്ളപ്പെട്ടു പോയ, ആമൻ, എല്ലാവരാലും തള്ളപ്പെട്ടു പോയ നിരാലംബരായ ആയിരക്കണക്കിന് വ്യക്തിത്വങ്ങൾക്ക് സ്വന്തം മകനായി, അപ്പനായി, അമ്മയായി കൂടെ ഇരുന്ന് ജീവിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ പേരാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ, ആമേൻ, സ്തോത്രം, ആതുര സേവന രംഗത്തെ പ്രഗത്ഭമായ സ്ഥാപനം. അതാണ് ഞാൻ പറഞ്ഞ ഗാന്ധി ഭവൻ, പത്തനാപുരം ഗാന്ധി ഭവൻ, പുനലൂർ സോമരാജൻ എന്ന് പറയുന്ന വ്യക്തിത്വം. അദ്ദേഹത്തെ കുറിച്ചൊരു ഫീച്ചർ ഇന്നേക്ക് 1 വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ദിനപത്രത്തിന്റെ താളുകളിൽ സൺഡേ സപ്ലിമെന്റ് ആയിട്ട് വരുവാനിടയായി തീർന്നു. അതിന്റെ ഹെഡിങ് ഇതാണ്, ആമൻ, സോമരാജന്റെ സ്വപ്ന രാജ്യം എന്നുള്ളതാണ് അതിന്റെ ഹെഡിങ് എന്ന് പറയുന്നത്. പുനലൂർ സോമരാജൻ ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ മാതാവും പിതാവും തന്റെ നന്നേ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ വ്യക്തിത്വങ്ങളാണ്. തന്റെ മുത്തശ്ശിയാണ് തന്നെ അവൻ വളർത്തുവാൻ ഇടയായി തീർന്നത്. ഒത്തിരി പണമുള്ളൊരു കുടുംബത്തിലെ വ്യക്തിത്വമായിരുന്നു പുനലൂർ സോമരാജൻ എന്ന് പറയുന്ന വ്യക്തിത്വം. തന്റെ അപ്പന്റെ സ്നേഹമില്ലാതെ, തന്റെ അമ്മയുടെ സ്നേഹമില്ലാതെ, തന്റെ മുത്തശ്ശിയുടെ സ്നേഹത്തിൽ താൻ വളർന്നു വരുവാൻ ഇടയായി തീർന്നു. തനിക്കൊരു ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ടായിരുന്നു. അവിടെ കുഞ്ഞുങ്ങളെ കൻവാസ് ചെയ്യുവാൻ വേണ്ടി കടന്നു പോകുമ്പോൾ, വിളിക്കുവാൻ വേണ്ടി കടന്നു പോകുമ്പോൾ
ആമേൻ. എല്ലാവരാലും തള്ളപ്പെട്ട് മലമൂത്ര വിസർജനം ചെയ്തൊരു കൂരയിൽ ഒരു അമ്മ കിടന്ന് പിടയുന്നത് കണ്ടിട്ട് ആ അമ്മയുടെ അടുക്കൽ ചെന്ന് അമ്മയെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രങ്ങൾ കൊടുത്ത അമ്മയെ തൻ്റെ താലോട് തൻ്റെ മാർവോട് ചേർത്തണച്ചിട്ട് അമ്മ എന്നോടൊപ്പം വരുന്നോ, ഞാൻ എൻ്റെ സ്വന്തം അമ്മയായി കരുതിക്കൊള്ളാമെന്ന് പറഞ്ഞ് ആ അമ്മയെ കൊണ്ടുപോയി തുടങ്ങിയ ഗാന്ധി ഭവൻ പത്തനാപുരം എന്ന് പറയുന്ന സ്ഥാപനം. പിന്നീട് താൻ വിവാഹിതനായി കൊട്ടാരക്കരയിലെ പ്രഗത്ഭമായ ഒരു കുടുംബത്തിൽ നിന്നാണ് താൻ വിവാഹം കഴിച്ചത്. തനിക്ക് കുഞ്ഞുങ്ങളുണ്ടായി. ആ കാലഘട്ടത്തിൽ 100ഓളം പേർ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവർക്ക് താങ്ങും തണലുമായി പുനലൂർ സോമരാജൻ വളർന്നു വരുന്നൊരു കാലഘട്ടം. നോക്കണം പ്രിയപ്പെട്ടവരെ, തൻ്റെ വിലയുള്ള വസ്തുവകകൾ കൊട്ടാരക്കരയിലേത് വിറ്റുപോയി, തൻ്റെ വിലയുള്ള കടമുറികൾ കൊട്ടാരക്കരയിലേക്ക് വിറ്റുപോയി, തൻ്റെ ഭാര്യയുടെ 101 പവൻ വിറ്റുപോയി. അവസാനം കടക്കാർ തനിക്ക് ഇനി നാളെ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വരരുത്, നാളെ കടം തരില്ല എന്ന് പറയുന്ന ഒരു വസ്തുതയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അന്ന് രാത്രി പുനലൂർ സോമരാജൻ തന്റെ മിനിസ്ട്രി കഴിഞ്ഞ് തന്റെ ഓർഫനേജിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന തന്റെ ഭാര്യയാണ് കണ്ടത്. ആ സ്ത്രീ പുനലൂർ സോമരാജനോട് ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മിനിസ്ട്രിയുമായി മുന്നോട്ട് പോകാം, അല്ല എന്നുണ്ടെങ്കിൽ ഇന്നൊരു ഫുൾ സ്റ്റോപ്പ്, തീരണം ഇവിടെ. ഇനി നാളെ എന്റെ കുഞ്ഞുങ്ങളെ ഭിക്ഷ തെണ്ടുവാൻ ഈ ജാതികളുടെ മധ്യത്തിലേക്ക്, ഈ ലോകത്തിലേക്ക് ഞാൻ അയക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു സഹോദരി വേദന കൊണ്ടാണ് പറഞ്ഞത്. അത്ര നിന്ദിക്കപ്പെട്ട ഒരു ജീവിതത്തിനുടമയായി സഹോദരി പറഞ്ഞു, എല്ലാം തയ്യാറാണ്, ഇന്നുകൊണ്ട് നമ്മൾ അവസാനിക്കണം, നാളെ എന്ന് പറയുന്നൊരു ദിനം നമ്മുടെ മുമ്പിലില്ല. സോമരാജൻ ചേട്ടൻ ഒത്തിരി പറയാൻ തുടങ്ങി. 100 കണക്കിന് പേരെ ജീവിക്കുവാൻ പഠിപ്പിച്ച ഒരു ആശ്രയമാണ് നമ്മളുടേത്. അനേകർക്ക് ഞാൻ അപ്പനാണ്, അമ്മയാണ് നമ്മൾ, അനേകർക്ക് നമ്മൾ സഹോദരങ്ങളാണ്. അവരുടെ മധ്യത്തിൽ ജീവിതം ജയിച്ചു കയറാനുള്ളതാണെന്ന് പഠിപ്പിച്ചവരുടെ മധ്യത്തിൽ ഒരു പിടി അല്ലെങ്കിൽ ഒരിറ്റ് വിഷക്കുപ്പിയുടെ മുമ്പിൽ തകർന്നു പോകേണ്ടുന്ന ജീവിതമാണോ നമ്മളുടേത്? പക്ഷെ സഹോദരി സമ്മതിച്ചില്ല. ഇന്ന് അവസാനിപ്പിക്കണം. അവസാനം മനസ്സില്ല മനസ്സോടെ ടൈം ഫിക്സ് ചെയ്തു. അവർ ഉറങ്ങാൻ കിടന്നു. ഉറങ്ങുകയല്ല, കുഞ്ഞുങ്ങൾ അറിയാതെ അവരെ കൊല്ലണം, അതിനുവേണ്ടി അവർ മയങ്ങാൻ കിടന്നു. രാത്രിയുടെ ഏതോ ഒരു യാമത്തിൽ അവർ അഗാധമായ സ്ലീപ്പിലേക്ക് കടന്നുപോയി. ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്, അലാറം കൃത്യതയോടെ അടയ്ക്കും. അന്ന് ആ മാതൃഭൂമി ദിനപത്രത്തിൽ സോമരാജൻ ചേട്ടൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അനേകം അവാർഡുകൾ ഗവൺമെന്റിൽ നിന്ന് വാരിക്കൂട്ടിയ വ്യക്തിത്വം ഇങ്ങനെയാണ് പറഞ്ഞത്. ആയിരക്കണക്കിന് പേരെ ജീവിക്കുവാൻ പഠിപ്പിച്ച ഒരു വ്യക്തിത്വം ഇങ്ങനെയാണ് പറഞ്ഞത്: അന്ന് രാത്രി മരിക്കുവാൻ തീരുമാനിച്ച ഒരു രാത്രി ഒരുവന്റെ കരം എന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹം മാതൃഭൂമി ദിനപത്രത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അത് കരുണ നിറഞ്ഞ കണ്ണുള്ള യേശു കർത്താവായിരുന്നു. ഇന്ന് രാത്രിയിലും ആ യേശുവാണ് നമ്മുടെ യേശു എന്ന് പറയുന്നത്. വഴുവഴുപ്പുള്ള ഒരു പ്രതലത്തിലാണോ സഹോദര ഇന്ന് രാത്രി നീ നിൽക്കുന്നത്? വഴുവഴുപ്പുള്ള ഒരു പ്രതലത്തിലാണോ സഹോദരി ഇന്ന് രാത്രി നീ നിൽക്കുന്നത്? ജീവിതം ഒരൽപ്പം ഒരു വിഷക്കുപ്പിയിൽ അവസാനിപ്പിക്കുവാൻ നീ ആഗ്രഹിക്കുകയാണോ? ഒരിറ്റ് കയറിൽ നിന്റെ ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ നീ ആഗ്രഹിക്കുകയാണോ? വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത് പിശാചിക ചിന്തകൾക്ക്. നിന്നെ ജീവിപ്പിക്കുന്ന ഒന്നുണ്ട്, നിന്നെ നിർത്തുന്ന ഒന്നുണ്ട്. അതത്ര സുവിശേഷം എന്ന് പറയുന്നത്. കരമുയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 2, in a tempting world it allow you to stand firm എന്നുള്ളതാണ്. മദ്യവും മദിരാശിയും കുടുംബപരമായ ലൈംഗിക വ്യതകളും ഒക്കെയുള്ള ഒരു സമൂഹം. നിങ്ങൾക്കറിയാമോ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളം ഞെട്ടലോടാണ് ആ വാർത്ത കേട്ടത്. കണ്ണൂരിലെ തയ്യിൽ എന്നറിയപ്പെടുന്ന കടലോര മക്കൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ദേശം. നമ്മുടെ പ്രളയമുണ്ടായപ്പോൾ ദാനാജാതി മതസ്ഥരെ ഓടി വന്ന് രക്ഷിച്ച വിഭാഗമായ മുക്കുവരുള്ള ഒരു സമൂഹം തയ്യിൽ ദേശം. അവിടെ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടി ചെയ്ത ചരിത്രം നിങ്ങൾക്കറിയാവുന്നതാണ്. 10 മാസം നൊന്ത് പ്രസവിച്ച മകനെ പരപുരുഷ ബന്ധം നിമിത്തമായി, ഒന്നല്ല ഒന്നിലധികം പരപുരുഷ ബന്ധം നിമിത്തമായി രാത്രിയുടെ യാമത്തിൽ 100 മീറ്റർ തനിയെ നടന്ന് പാറക്കെട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് തല തല്ലി ആ കുഞ്ഞ് വീഴുന്നത് കണ്ടിട്ട് അമ്മേ എന്ന് അത് നിലവിളിക്കുമ്പോൾ ആ മാതാവിന്റെ ഹൃദയം തകർന്നില്ല. അവൾ വീണ്ടും ആഴങ്ങളിലേക്ക് കടന്നുപോയി. വീണ്ടും ആ കുഞ്ഞിനെ എടുത്ത് പാറക്കെട്ടിലേക്ക് വീണ്ടും ആഞ്ഞു തകർത്തിട്ട് ആ മസ്തിഷ്കം തകർന്ന് കുഞ്ഞു മരിക്കുന്നത് കണ്ടിട്ട് ആ കുഞ്ഞിന്റെ ഡെഡ് ബോഡി കടലിൽ കൊണ്ടുപോയി അതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ട് അതിന്റെ മരണമുറപ്പാക്കി ഈ ലോകത്തു നിന്ന് ആ തീരത്തു നിന്നും മടങ്ങിപ്പോയ മാതൃത്വം മരിച്ച ഒരു സ്ത്രീ. ലൈംഗിക ജീവിതത്തിന്റെ പരാജയങ്ങളെ വിളിച്ചോതുന്ന ഒരു വസ്തുത.
ഇന്ന് എത്രയെത്ര കുടുംബങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. തിരുവനന്തപുരത്തുള്ളൊരു കുടുംബം, സ്വന്തമായി സന്തോഷത്തോടെ ജീവിച്ചൊരു കുടുംബം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു IT പ്രൊഫഷനായ ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ മരിക്കുന്നു. 2 കുഞ്ഞുങ്ങളോടൊപ്പം ഭാര്യ പോകുകയാണ്. പിന്നീട് അരുൺ രാജ് എന്ന് പറയുന്ന ഈ ഭർത്താവിനോടൊപ്പം, ഭർത്താവിന്റെ ബന്ധുവിനോടൊപ്പം അവർ തൊടുപുഴ എന്ന് പറയുന്ന ദേശത്തേക്ക് കടന്നു വരുന്നു. ഖോബ്ര എന്നറിയുക അമൃതനാമത്തിൽ അറിയപ്പെടുന്ന അരുൺ രാജ് ഭയാനകമായ ഒരു വ്യക്തിത്വം. ലൈംഗിക ബന്ധത്തിന്റെ പരാജയം, കുടുംബത്തിൽ പരലൈംഗിക ബന്ധം കടന്നു വന്നതിന്റെ പരാജയം. നോക്കണം പ്രിയപ്പെട്ടവരെ, അർദ്ധരാത്രിക്കും ഈ മനുഷ്യന് മദ്യപിക്കുവാൻ ആസക്തി കൂടുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങൾ, 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഉറക്കിയിട്ടിട്ട് ഭാര്യ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകണം മദ്യപിക്കുവാൻ. തീർന്നില്ല, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകണം. ഇളയ പൈതലിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മൂത്ത മകനാണ്. ഒരു രാത്രി മദ്യപിക്കുവാൻ വേണ്ടി രാത്രി 2 മണിക്ക് കടന്നുപോയ പുരുഷൻ, സ്ത്രീ ഡ്രൈവ് ചെയ്തു പോകുന്നു. അർദ്ധരാത്രി തിരിച്ചു വന്നപ്പോൾ കാണുന്നത് ഡീപ്പായി ഉറങ്ങുന്ന 2 കുഞ്ഞുങ്ങൾ. അയ്യോ, എന്ത് പാവമുണ്ടവർക്ക്. രാത്രി ഉണർന്നിരിക്കുവാൻ ആ കുഞ്ഞിന് കഴിയുമോ? 10 വയസ്സുകാരൻ. നോക്കണം, മൂത്ത പൈതൽ. 2ാമത്തെ പൈതൽ നോക്കിയപ്പോൾ യൂറിൻ പാസ് ചെയ്ത് കിടക്കുന്നു. ഇവൻ നോക്കിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഗാഢമായ നിദ്രയിലേക്ക് കണ്ടുപോയ മൂത്ത മകനെ തന്റെ ഷൂ കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചൊരു മനുഷ്യൻ. തീർന്നില്ല, അവനെ അവിടെ നിന്ന് വലിച്ചെഴുന്നേൽപ്പിച്ച് ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞ് ശരീരത്തിൽ 33 മുറിവുകളും തന്റെ സകല അസ്ഥികളും പൊട്ടി, തന്റെ ശരീരത്തിലെ തന്റെ തലയിലെ എല്ലാ ഭാഗങ്ങളും പൊട്ടി മരണത്തോട് മല്ലടിച്ച് ഈ കേരളത്തിലല്ലേ ആ കുഞ്ഞ് ഈ ലോകം വിട്ടു പോയത്? കണ്ടില്ലേ കുടുംബത്തിന്റെ തകർച്ച എത്ര ഭയാനകമാണെന്ന്? മദ്യം, മയക്കുമരുന്നുകൾ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണ്. നോക്കണം, കഴിഞ്ഞ വർഷത്തെ കണക്ക് തിരിച്ചു വന്നു. വന്നു, കണക്കുകൾ വന്നു. ഒക്ടോബർ വരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിൽ പിടിക്കപ്പെട്ട മദ്യം, മയക്കുമരുന്നുകൾ പിടിക്കപ്പെട്ടത് 700 കോടി രൂപയുടേതാണ്. പിടിച്ചത്, ഉപയോഗിച്ചു തീർന്നതോ അതിനും അപ്പുറമാണ്. നോക്കണം, 3.5 കോടി ജനങ്ങളുള്ള ഈ കൊച്ചു കേരളത്തിൽ ഒരു ദിവസം 3 കോടി രൂപയുടെ മദ്യം, മയക്കുമരുന്നുകൾ പിടിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. തീർന്നില്ല, നിംഹാൻസ് എന്നറിയപ്പെടുന്ന സൊസൈറ്റി കേരളത്തിൽ ഒരു പഠനം നടത്തി. നിംഹാൻസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ അവർ കണ്ടെത്തിയ ചരിത്രപരമായ വസ്തുത, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വസ്തുത കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അമിതമായ ഉപയോഗമാണ്. ഡോൺ ബോസ്കോ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം സൊസൈറ്റിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ പുറത്തു വന്നു. ഈ റിപ്പോർട്ട് പറയുകയാണ്, കേരളത്തിന്റെ കുഞ്ഞുങ്ങളിൽ +2 വരെയുള്ള വിദ്യാർത്ഥികളിൽ 2-1 നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ 2-1 മദ്യം, മയക്കുമരുന്നിന് അടിമകളാണ്. തീർന്നില്ല, അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് ആൺകുഞ്ഞുങ്ങൾ, പുരുഷന്മാർ അടിമപ്പെട്ടു പോകുന്ന ഒന്നാണ്. ഇല്ല, തൃക്കാക്കര പോലീസ് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. 1 സെക്കൻഡിൽ ഒരു തരിക്ക് 12,000 രൂപ വിലയുള്ള, ഒരു തരിക്ക് 12,000 രൂപ വിലയുള്ള 24 മണിക്കൂർ വരെ ഒന്നും അറിയാതെ നടക്കുവാൻ സാധിക്കുന്ന MDMA എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് പിടിച്ചത് ആരെയാണെന്നറിയാമോ? ഒരു പെൺകുട്ടിയെയാണ്. BDSന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ. തുമ്പ പോലീസ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ മയക്കുമരുന്നുമായി, ഹാഷിമുമായി പിടിച്ചു. ഒരു പെൺകുട്ടി, അതും ഒരു ഉന്നത കോളേജിൽ, ഒരു ഉന്നത കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ ഒരു പിഞ്ചു കുഞ്ഞ് എയ്ഡ്സ് രോഗിയായി. 10-15 വയസ്സുള്ള ഒരു കുഞ്ഞ് എയ്ഡ്സ് രോഗിയായി. ആരാണ് എയ്ഡ്സ് കൊടുത്തതെന്നറിയാമോ? എയ്ഡ്സ് ബാധിതനായ സ്വന്തം പിതാവ് ലൈംഗികമായി ആ കുഞ്ഞിനെ അതിക്രമിച്ചതിനു ശേഷം ആ കുഞ്ഞ് എയ്ഡ്സ് പേഷ്യന്റായി മാറി. പോലീസുകാർ, സൈക്കോളജിസ്റ്റ് ചോദിച്ചപ്പോൾ ആ മദ്യപാനി പറയുകയാണ്, അതൊരു പാപമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മദ്യവും മയക്കുമരുന്നുകളും ലൈംഗിക വെറുതികളും കൊണ്ട് നിറഞ്ഞൊരു സമൂഹം, അതാണ് സുവിശേഷത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഞാൻ ഉൾപ്പെട്ടു നിന്നിരുന്ന NSS എന്ന് പറയുന്ന ഭാഗത്തെ ഞാൻ ഓർക്കുകയാണ്. NSSന്റെ ഏറ്റവും സീനിയർ ലീഡറായിരുന്ന മന്നത്തപ്പൻ എന്ന മന്നത്ത് പത്മനാഭനെ ഞാൻ ഓർക്കുകയാണ്.
ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ധീരോദാത്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു വ്യക്തിത്വമായിരുന്നു മന്നത്തപ്പനാഭൻ. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിത്വം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടിയ ക്രാന്തദർശിയായ വ്യക്തിത്വമായിരുന്നു മന്നത്തപ്പൻ. തൻ്റെ ഭവനം പോലും, തൻ്റെ ഭവനത്തിലെ ക്ഷേത്രങ്ങൾ പോലും താണജാതിക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തൊരു വ്യക്തിത്വം മന്നത്തപ്പനാഭൻ. അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്ന കക്കുഴി കുടുംബം പെരുന്ന NSSന്റെ തൊട്ടടുത്തുള്ള കുടുംബം. അവിടെ അപ്പനും അമ്മയ്ക്കും ഒരേ ഒരു മകൻ രാജേഷ്, ഉന്നത വിദ്യാഭ്യാസമുള്ള ജോലിക്കൊക്കെയുള്ള ഒരു ടീച്ചറായ, ഒരു അധ്യാപകനായ ഒരു അപ്പന്റെ മകൻ, ഒരേ ഒരു മകൻ രാജേഷ്. കക്കുഴിയിലെ കുടുംബം. രാജേഷ് എന്ന് പറയുന്ന വ്യക്തിത്വം പഠിക്കുവാൻ മിടുക്കനായിരുന്നു. എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു അധ്യാപകൻ യൂസ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് ഉപയോഗം? അധ്യാപകൻ മദ്യപാനിയായിരുന്നത് കൊണ്ട് ചാരായ ഷാപ്പുകളിൽ നിന്ന്, ബാറുകളിൽ നിന്ന് അധ്യാപകന് മദ്യം വാങ്ങിക്കൊണ്ട് കൊടുക്കണം. മദ്യം വാങ്ങിക്കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അധ്യാപകൻ ആദ്യം കുറച്ച് ടിപ്പ് കൊടുക്കും. ആദ്യം ടിപ്പ് കൊടുത്ത് പിന്നീടത് ഒരൗൺസ് മദ്യത്തിലേക്ക് കടന്നുപോയി. പിന്നീട് 10ാം ക്ലാസ് താൻ കടന്ന് പാസ്സാകുമ്പോൾ, ഉന്നത മാർക്കോടെ താൻ പാസ്സാകുമ്പോൾ, രാജേഷ് എന്ന് പറയുന്ന വ്യക്തിത്വം ഒരു പൂർണ്ണ മദ്യപാനിയായി മാറി. ഉന്നത മാർക്കോടെ താൻ പാസ്സായി. എല്ലാ അധ്യാപകരും ഇങ്ങനെയുണ്ടെന്നുള്ള വാദം ഞങ്ങൾക്കില്ല. എന്നാൽ ചില പുഴുക്കത്തുകൾ ഇന്നും നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഉണ്ട് എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. താൻ പ്രീ ഡിഗ്രിക്ക് പോയി ഉന്നത മാർക്കോടെ പാസ്സായി, പക്ഷേ മദ്യമില്ലാതെ തനിക്ക് ജീവിക്കുവാൻ പറ്റുന്നില്ല. താൻ ഡിഗ്രിക്ക് പോയി ഉന്നത മാർക്കോടെ പാസ്സായി, മദ്യം തൻ്റെ ശരണമായി. തനിക്ക് കേന്ദ്ര ഗവൺമെന്റിൽ ഒരു ഉന്നത ജോലി കിട്ടി. കിട്ടുന്നതെല്ലാം താൻ മദ്യപിച്ചു. അവസാനം കൂടുതൽ പണത്തിനും മദ്യത്തിനു വേണ്ടിയും അവൻ തൻ്റെ ജോലി രാജിവെച്ചിട്ട് താൻ മദ്യപാന ബിസിനസ്സിലേക്ക് കടന്നുപോയി. മദ്യപാന ബിസിനസ് പാലക്കാടിൽ അതൊരു പരാജയമായി തീർന്നു. താൻ മദ്യം കൊണ്ട് ജീവിക്കുവാൻ തുടങ്ങി. കുടുംബം അദ്ദേഹത്തെ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിപ്പിച്ചു. 2 കുഞ്ഞുങ്ങൾ. അവസാനം 2 കുഞ്ഞുങ്ങളായപ്പോൾ ഭാര്യയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ മനുഷ്യന് മദ്യം മാത്രമാണ് ശരണം, അതുകൊണ്ട് എന്നേക്കുമായി മനുഷ്യനെ ഉപേക്ഷിക്കുക. തൻ്റെ പിതാവ് വന്നിട്ട് ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി. അവസാനം രാജേഷ് പൂർണ്ണ മദ്യപാനിയായി, സർവ്വതും നശിച്ച് കക്കുഴി കുടുംബം വിറ്റ്, പെരുന്ന NSSന്റെ ഭാഗമായിരുന്ന കക്കുഴി കുടുംബം വിറ്റ് ഞങ്ങളുടെ മുണ്ടിയപ്പള്ളി ഷാരോൺ ദൈവസഭ തിരുവല്ലയുടെ ചേർന്നുള്ള ഒരു കോളനിയിലേക്ക് വന്ന് താമസിക്കുന്നു. ചെറിയൊരു വീട്, ഇരിക്കുവാൻ ഒരു കസേരയില്ല, കടക്കുവാൻ ഒരു കട്ടിലില്ല. അങ്ങനെ ഭയാനകമായ ഒരു രീതി. അപ്പൻ ചങ്ക് പൊട്ടി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. മകന്റെ രീതി കണ്ട് അമ്മ മാരകായുധങ്ങളെല്ലാം മാറ്റിവെച്ച് ഭയത്തോടെ കഴിയുന്നൊരു സ്ത്രീ. ഒരൊറ്റയാഗ്രഹം മാത്രം, തന്നെ വഞ്ചിച്ച തൻ്റെ ഭാര്യയെ കൊല്ലണം, തൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലണം, അവരുടെ ബന്ധുമിത്രാദികളെ കൊല്ലണം. മദ്യം കഴിക്കുവാൻ വേണ്ടി ആസക്തിയോടെ കൂലിപ്പണിക്കിറങ്ങിയ മനുഷ്യൻ. മുണ്ടിയപ്പള്ളി ഷാരോൺ ദൈവസഭയുടെ ഭാഗങ്ങളിൽ, ഗ്രാമങ്ങളിൽ കൂലിപ്പണിക്ക് വേണ്ടി ഇറങ്ങിയ മനുഷ്യൻ. കിട്ടിയത് മൊത്തം മദ്യപിച്ച് തീർത്ത മനുഷ്യൻ. ഒരിക്കൽ മദ്യപിക്കുവാൻ വേണ്ടി ഒരു ബൈക്കിന് വേണ്ടി തൻ്റെ കൂട്ടുകാരൻ, ഞങ്ങളുടെ സഭയിലെ വിശ്വാസിയുടെ ബൈക്കിന് വേണ്ടി ഒരു സൺഡേ ഒരു വ്യാഴാഴ്ച പ്രയർ നടക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സഭയിലേക്ക് കടന്നു വന്നു. ഏറ്റവും പുറകിൽ താൻ ഇരിക്കുകയാണ്. തൻ്റെ സുഹൃത്ത് ഏറ്റവും മുമ്പിലാണ് ഇരിക്കുന്നത്. പ്രയർ വരെ അദ്ദേഹം കാത്തിരുന്നു. അപ്പോഴാണ് കരുതുന്നവൻ ഞാനല്ലയോ എന്നുള്ള പാട്ട് മനുഷ്യൻ കേൾക്കുവാനിടയായത്. തൻ്റെ ചങ്ക് തകർന്നു പോയി പാട്ട് കേട്ടപ്പോൾ. അന്ന് രാത്രി ബഹുമാന്യനായ പോൾ ഗോപാലകൃഷ്ണനോട് ഈ പാട്ടിന്റെ അർത്ഥത്തെക്കുറിച്ച് ചോദിച്ചു. ആ മനുഷ്യന് യേശുവിനെ ഈ മനുഷ്യന് പരിചയപ്പെടുത്തി. നോക്കണം, ഇന്ന് അതേ കക്കുഴി കുടുംബം നിൽക്കുന്ന ഭാഗത്ത് ഒരു വലിയ ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിന്റെ പ്രധാനപ്പെട്ട 2 ഫ്ലാറ്റുകൾ ഇന്ന് രാജേഷിൻ്റെതാണ്. ഇന്ന് അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനല്ല. ദുബായിൽ ഒരു ഓസ്ട്രേലിയൻ ബേസ്ഡ് കമ്പനിയുടെ ജനറൽ മാനേജറായി സേവനം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് രാജേഷ് എന്ന് പറയുന്ന കക്കുഴി കുടുംബത്തിന്റെ പ്രഗത്ഭനായ വ്യക്തിത്വം. ഇന്ന് നഷ്ടപ്പെട്ടു പോയ തന്റെ ഭാര്യ തന്നോടൊപ്പമുണ്ട്. 3 കുഞ്ഞുങ്ങൾ, ഉന്നതമായ സമാധാനമായ ജീവിതം. ഈ രാജേഷ്, ഈ കക്കുഴി കുടുംബത്തിന്റെ പ്രഗത്ഭനായ വ്യക്തിത്വം ഇന്ന് ഞാൻ ആരാധിക്കുന്ന മുണ്ടിയപ്പള്ളി ഷാരോൺ ദൈവസഭയുടെ അംഗമാണ്. നിങ്ങൾ പറ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന് മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുമോ? വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. നമ്മുടെ മദ്യപാനങ്ങളെ വിടുവിച്ച് നമുക്ക് സമാധാനവും ശാന്തിയും തന്ന ദൈവത്തിന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറയുവാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയുമാറാകട്ടെ. In a slippery world, it allow you to stand firm. In a tempting world, it allow you to stand firm. In a hurting world, it allow you to stand firm. നിർത്തുന്ന സുവിശേഷം.
ലാസ്റ്റൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 2 മിനിറ്റ് ആത്യന്തികമായി സുവിശേഷത്തിന്റെ പ്രാധാന്യം അദ്ദേഹം പറഞ്ഞ് അവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അത് 4-ാമത്തെ വാക്യത്തിലാണ്. നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം. ക്രിസ്തു പാപികൾക്ക് വേണ്ടി തിരുവചനത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നിട്ട് എന്ന് ആദ്യമായി തന്നെ ഞാൻ നിങ്ങൾക്ക് എഴുതുകയാണ് എന്നുള്ളത് പൗലോസ് പറയുകയാണ്. നമുക്ക് ലഭിച്ച സുവിശേഷം, നിങ്ങളെ നിർത്തുന്ന സുവിശേഷം, ദിസ് ഓൾ ഫാക്ട്സ് ആർ സെക്കൻഡറി. ഇതൊക്കെ 2-ാമത്തെ കാര്യമാണ്. നിങ്ങൾക്ക് ലഭിച്ചത്, നിങ്ങളെ നിർത്തുന്നത്, നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത്, നല്ല ജീവിതം തരുന്നത്. എന്നാൽ ആത്യന്തികമായി സുവിശേഷം വന്നതിന്റെ പ്രാധാന്യം ആദ്യമായി ഞാൻ കൊരിന്ത്യ ദൈവസഭയോട്, കൊരിന്ത്യ ദേശത്തോട് പറയുകയാണ്. അതിന്റെ ചിന്ത എന്ന് പറയുന്നത് ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. അവൻ കരമുയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ ദ്രോഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അതിന്റെ സമാരാധ്യനായ ഒരു നേതാവ് കവലകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ചു. അതിങ്ങനെയാണ്: ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടത് ഒരു പരാജയമായിരുന്നു. ക്രിസ്ത്യാനിയെ, നീ പ്രസംഗിക്കുന്ന ക്രിസ്തു ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് പരാജയപ്പെട്ടു പോയ ഒരു യേശുവാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവാകാം, ഒരു അധ്യാപകനോ അധ്യാപികയോ ആകാം. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനൊന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രിസ്തുവിന്റെ ജനന, മരണ, അടക്ക, പുനരുദ്ധാന, ഉയർത്തെഴുന്നേൽപ്പിനെ പുച്ഛിച്ചു തള്ളരുത്. നിങ്ങൾക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണയുണ്ടാകാം. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ നിങ്ങളോട് പറയാം: നിങ്ങൾ ചരിത്രം പഠിക്കണം, നിങ്ങൾ സയൻസ് പഠിക്കണം. ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ, ജനനത്തിന്റെ, മരണത്തിന്റെ വിലയറിയാൻ. ഫിസിക്സ്, ഊർജതന്ത്രം, തെർമോഡൈനാമിക്സ്, ഊഷ്മഗതി വിജ്ഞാനം, അത് നിങ്ങൾ പഠിക്കണം. ഈ ലോകത്തിൽ ഇന്ന് വരെ നടന്നത്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി നാളെ നടക്കുന്നത് ഒരൊറ്റ സിദ്ധാന്തത്തിൽ അടിസ്ഥാനമിട്ടതാണ്. സയൻസിൽ, ഫിസിക്സിൽ, ഊർജതന്ത്രത്തിൽ, തെർമോ ഡൈനാമിക്സ്, ഊഷ്മഗതി വിജ്ഞാനം. എന്താണ് അതിന് 3 ചിന്തകൾ? അതിന്റെ ഒരു ചിന്ത ഞാൻ പറയാം. ഈ ലോകത്തിൽ ക്രമം കെട്ട ഒന്ന് ക്രമമായി വരണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ക്രമം ഈ ലോകത്തിൽ മരിക്കണം. നല്ല മാങ്ങ ഇപ്പോൾ വരുന്നുണ്ട്, അതൊരു നല്ല ക്രമമാണ്. അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങയുടെ വിത്ത് ഈ ഭൂമിയിൽ മരിക്കണം. ഇവിടെ തേങ്ങ നിൽക്കുന്നു, തേങ്ങ നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല ക്രമമാണ്. അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഒരു വിത്ത് തേങ്ങ മരിക്കണം. സൂര്യനിൽ നിന്ന് ചൂടും പ്രകാശവും നമുക്ക് കിട്ടുന്നുണ്ട്, അത് നല്ലതാണ്, നല്ല ക്രമമാണ്. കിട്ടിയില്ല എങ്കിൽ അത് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ദശലക്ഷക്കണക്കിന് മാറ്റർ സൂര്യനിൽ കത്തുന്നു, മരിക്കുന്നു. വണ്ടി ഓടുന്നു, നല്ലതാണ്, നല്ല ക്രമം. അത് ഓടുവാൻ കാരണം അതിന്റെ എഞ്ചിനിൽ പെട്രോള് മരിക്കുന്നുണ്ട്, കത്തുന്നുണ്ട്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്: ഗോതമ്പ് മണി വെറുതെ ഇരുന്നാൽ എന്തിനു കൊള്ളാം? അവൻ അത് വീണ് ചത്താലോ വളരെ ഫലം കായ്ക്കും. അതേ പ്രിയപ്പെട്ടവരെ, ലോക മാനവ കുലത്തെ ക്രമം കെട്ടവരെ ക്രമമുള്ളവരാക്കുവാൻ ഒരുവൻ മരിച്ചു. ക്രമമുള്ള ഒരുവൻ ക്രിസ്തു. ബിജു കൃഷ്ണൻ എന്ന ക്രമം കെട്ട ഒരുവനെ ക്രമപ്പെടുത്തുവാൻ ക്രിസ്തു മരിച്ചു. ഈ പന്തലിന്റെ തണലിൽ ക്രമം കെട്ട നമ്മളെ ക്രമപ്പെടുത്തുവാൻ ഒരുവൻ, ക്രമമുള്ളവൻ മരിച്ചു, ക്രിസ്തു. തിരുവെഴുത്തിൻ പ്രകാരം അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. വെറുതെ പരിഹസിക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന നാടകരചയിതാവ് ഷേക്സ്പിയർ, ഞാൻ നിർത്തുന്നു, അദ്ദേഹം മാക്ബത്ത് എന്നറിയപ്പെടുന്ന ഒരു നാടകം എഴുതി. സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന രാജ്യത്ത് രാജാവാകുമെന്ന് മാക്ബത്ത് എന്ന് പറയുന്ന നായകന് ഒരു ദൂതൻ ഒരു വെളിപ്പാട് കൊടുക്കുന്നു. അങ്ങനെ സ്കോട്ട്ലാൻഡിലെ രാജാവാകുവാൻ വേണ്ടി മാക്ബത്ത്
ഡെങ്കൻ എന്നറിയപ്പെടുന്ന സ്കോട്ട്ലാൻഡിലെ രാജാവിനെ കൊല്ലുകയാണ്. കൊന്നിട്ട് 100,000 കൊലപാതകങ്ങൾ അദ്ദേഹം സ്കോട്ട്ലാൻഡിൽ നടത്തി. അവസാനം തന്റെ കരങ്ങളിൽ പറ്റിയ പാപവുമായി ആ മനുഷ്യൻ വ്യഥയോടെ നിൽക്കുകയാണ്. തനിക്ക് കിട്ടുന്ന സിംഹാസനത്തിൽ അദ്ദേഹം സന്തോഷിക്കുന്നില്ല. തന്റെ കരങ്ങളിൽ, തന്റെ ചങ്കിലുണ്ടായ മുറിപ്പാടുകൾ അദ്ദേഹം ഓർക്കുകയാണ്. അവസാനം ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സമുദ്രമാകുന്ന നെപ്റ്റ്യൂൺ മഹാസമുദ്രത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ്, എന്റെ കരത്തിലെ പാവക്കടികളെ കരുതിക്കളയുവാൻ നെപ്റ്റ്യൂൺ മഹാസമുദ്രത്തിന് കഴിയുമോ? കഴിയത്തില്ല എന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. ഇതേ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് മാനസാന്തരം എന്നറിയപ്പെടുന്ന ഒരു കവിത എഴുതി. മാനസാന്തരം ചുറ്റുപാട് ഇത് തന്നെയാണ്, മാനസാന്തരം അത് തന്നെയാണ് അതിന്റെ പേര്. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്: നീണപങ്കിലമെൻ കരങ്ങളിൽ ചെറുതൂവാല മറയ്ക്കും എത്ര നാൾ, സുരലെങ്ങ ഗയിച്ച സാഗരം മതിയാവില്ല ശുദ്ധമാക്കുവാൻ. നീണപങ്കിലമെൻ കരങ്ങളിൽ ചെറുതൂവാല മറയ്ക്കും എത്ര നാൾ, സുരഗംഗ ലയിച്ച സാഗരം മതിയാവില്ല ശുദ്ധമാക്കുവാൻ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ആമേൻ, എന്റെ കരത്തിൽ പറ്റിയ പാപങ്ങൾ ചെറുതൂവാല കൊണ്ട് മാറ്റുവാൻ കഴിയുമോ? കഴിയത്തില്ല. പുണ്യഭൂമിയാകുന്ന പുണ്യ നദിയാകുന്ന ഗംഗ അതൊഴുകി ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും ഇന്ത്യ മഹാസമുദ്രത്തിൽ ലയിച്ചാലും അതിൽ ഞാൻ മുങ്ങിക്കുളിച്ചാലും എന്റെ പാപങ്ങൾ പോകുന്നില്ല എന്നത്രേ കവി പറയുന്നത്. നോക്കണം പ്രിയപ്പെട്ടവരെ, അതിന് വിരോധാഭാസമായി ഈ പുസ്തകത്തിൽ ഒരുവൻ നിന്നുകൊണ്ട് പറയുകയാണ്, ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും ഹിമം പോണക്ക് ഞാൻ വെളുപ്പിക്കാമെന്ന്. ആമേൻ, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുപ്പമാണെങ്കിലും അതിനെ ഹിമം പോണക്ക് വെളുപ്പിക്കാമെന്ന് പറഞ്ഞ ഒരുവനാണ് ക്രിസ്തു. കരമുയർത്തി കർത്താവിനൊരു മഹത്വം പറഞ്ഞാട്ടെ. ഓ, അതാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വസ്തുത. സുവിശേഷം എന്ന് പറയുന്നത് സത്യമാണ്, ചരിത്രപരമായ വസ്തുത, ആർക്കും തെളിയിക്കുവാൻ കഴിയുന്ന വസ്തുത. അത് നമ്മളെ നിർത്തുന്ന സുവിശേഷമാണ്. അത് നമ്മളെ നിർത്തുന്ന സുവിശേഷമാണ്. അത് ആത്യന്തികമായി നമുക്ക് വന്നത് പാപമോചനം നൽകുവാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പാപമോചനം ലഭിച്ചു എന്ന് ചിന്തിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവരും കരമടിച്ച് അല്പനിമിഷങ്ങൾ യേശുവിനെ ഒന്ന് ആരാധിക്കുവാൻ ഇടയാകുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും കരമടിച്ച് അല്പനിമിഷങ്ങൾ ഈ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. അവൻ യേശു കർത്താവ് മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അല്പനിമിഷങ്ങൾ ഈ ഗയറിനോട് ചേർന്നൊരു ഗാനത്തിന്റെ ചരണം പാടി ഇന്ന് രാത്രി നമുക്ക് ആരാധിക്കുവാൻ കഴിയുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും അല്പനിമിഷങ്ങൾ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മളെ നിർത്തിയ ദൈവത്തിന് ഒരു നിമിഷം ഒന്ന് നന്ദി പറയുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. ആമേൻ. ടെംപ്റ്റിംഗ് ആയ ഒരു വേൾഡിൽ നമ്മളെ നിർത്തിയില്ലേ? കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് അല്പനിമിഷങ്ങൾ കൂടെ ഈ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. എല്ലാവരും ചേർന്ന് പാടി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാകുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും ചേർത്തെടുത്ത് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. യേശുക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശുക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തലതകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകരാകയാ. ഇനി തെല്ലും ഭയമില്ല, മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ,
ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നിത്യവാസമന്നേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. മണ്ണിലനിൽ നിത്യവാസമന്നേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. നീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിരുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഓ യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.